الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. قال الله عز وجل: لا يدخل الجنة قاطئ رحم. قال رسول الله: يا خير من دفنت بالقاع يعظمه، فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد سيد الكونين والثقلين والفارقين من عرب ومن عجم. مولاي فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي ഏറെ ആദരവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഈ പരിപാടിയുടെ പ്രാരംഭത്തിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പ്രൗഢമായ ഭാഷണം നടത്തി ഈ ആത്മീയ സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ നാടിൻ്റെ ആദരണീയരായ ഖത്തീബ് ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് മൻസൂർ സഖാഫി അൽ മൽഹരി, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം പറഞ്ഞ് നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ ആദരണീയരായ സദർ ഉസ്താദ്, ഏറെ വേണ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ മദനി ഉസ്താദ്, എന്നീ പരിപാടിയിലേക്ക് വളരെയധികം സ്നേഹപുരസ്സരം ആത്മീയമായി ക്ഷണിച്ച എനിക്കേറെ വേണ്ടപ്പെട്ട നമ്മുടെ ഈ മഹല്ലത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ്, നമ്മുടെ നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും മുസ്ജിദുർ റഹ്മാൻ പള്ളിയുടെയൊക്കെ പ്രഗത്ഭനായ സാരഥി പ്രിയപ്പെട്ട ഷിഹാബുദ്ദീൻ സാഹിബ് കദീല, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. ഇതിനേക്കാളേറെ ഭംഗിയായി നാളെ അവന്റെ സ്വർഗ്ഗലോകത്തെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ മുബാറക്കായ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, കറാമത്തുള്ള ഈ പള്ളിയുടെ ബർക്കത്തുകൊണ്ട്
സാധുക്കളായ നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തന്നെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ദ്വാരക്കണേ എന്നൊക്കെ പല കാര്യങ്ങളും, പല മുറാദുകളും, പല വിഷമങ്ങളും, പല ഉദ്ദേശങ്ങളും, പല രോഗങ്ങളും വെച്ചിട്ടൊക്കെ അള്ളാഹു റബ്ബുൽ തആല അവരുടെയൊക്കെയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ വിഷമങ്ങളും ബേജാറുകളും അള്ളാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സന്തോഷത്തിന്റെയും റാഹത്തിന്റെയും ഇസ്സത്തിന്റെയും തഖ്വയുടെയും ദീർഘായുസ്സ് നൽകി അവസാനം ഈമാനോടുകൂടി അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നാളേറെയായി കഷ്ടപ്പെട്ട, അധ്വാനിച്ച, സഹായിച്ച, സഹകരിച്ച, ഇതിനു വലിയ നേതൃത്വം നൽകിയ, ഇതിനു വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിയ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ, നമ്മുടെ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ, മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ തന്നെ നാട്ടിലെയും മറുനാട്ടിലെയും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ, അല്ലാഹു തആല അവർക്കൊക്കെയും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ദുആ കൊണ്ട് പ്രത്യേകം വസിയത്ത് പറഞ്ഞു. നേരത്തെ ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് അത് സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഈ പരിപാടിയിൽ ഏത് പരിപാടി നടക്കുമ്പോഴൊക്കെയും സജീവമായി അതിനുവേണ്ടി സഹകരിച്ചിരുന്ന, വേണ്ട പണികളും ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി നിറസാന്നിധ്യമായി നിന്നിരുന്ന പ്രിയപ്പെട്ട സഫ്വാൻ, അതുപോലെ തന്നെ മായിസ്, രണ്ടുപേരും ഉഷാറില്ലാതെ പ്രയാസത്തിലാണ്. അള്ളാഹുവിന്റെ വിധി അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നും തടക്കാൻ കഴിയില്ല. എന്നാലും കാരുണ്യവാനായ റബ്ബ് അതൊക്കെയും എളുപ്പമാക്കി കൊടുക്കട്ടെ. പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ആരോഗ്യം അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു റബ്ബ് തആല നമ്മളെയും മക്കളെയും വേണ്ടപ്പെട്ടവരെയും അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളിൽ നിന്ന്, ഷുഗർ, പ്രഷർ പോലെയുള്ള മാറാവ്യാധികളിൽ നിന്ന്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക് പോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കെയും കാത്തു സലാമത്താക്കട്ടെ. മനോഹരമായ സൗണ്ടും ശിഷ്ടമൊക്കെ ഒരുക്കി നമ്മുടെ ഈ പരിപാടിയെ വളരെയേറെ ഭംഗിയാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ഓപ്പറേറ്റർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അബ്ദുൽ ഓപ്പറേറ്റർ സാഹിബ്, അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടി നല്ല ക്ലാരിറ്റിയോടെ ആവശ്യക്കാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ മദനി ഉസ്താദ്, അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എന്റെ വയലിനെക്കാട്ടി ഏറെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ദുആയാണ്. നിങ്ങൾ നല്ലോണം ആമീൻ പറയുക. നമ്മുടെ ഏറ്റവും വലിയൊരു ബറവസ്, നമ്മളെ ഏറ്റവും വലിയൊരു ധൈര്യം, നമ്മളെ ഏറ്റവും വലിയൊരു സമാധാനം അള്ളാഹുവിനോടുള്ള ദുആയാണ്. അതിനു വേണ്ടിയിട്ട് നല്ലോണം ആമീൻ പറയണം. ആമീൻ എന്നത് ഏറ്റവും വലിയ ദുആയാണെന്ന് മുസ്തഫ റസൂലുള്ളാഹി. അല്ലാഹു തആല നല്ലോണം ദുആരക്കുന്നവരിൽ ദുആക്ക് ഇജാബത്തുള്ള അഹ്ലികാരിൽ അല്ലാഹു നമ്മെ പെടുത്തിയിട്ടുണ്ട്. ആ മുഖം നീട്ടുന്നില്ല, സമയം ഒരുപാട് വൈകി, പഴയ സ്റ്റൈലിലേക്ക് തന്നെ പോയി. അതായത് പണ്ടത്തെ പോലെ 10 മണി തന്നെ തുടങ്ങുന്ന ഇവിടെ പിന്നെ ഉൾഭാഗാകുമ്പോ പിന്നെ അങ്ങനെയാണല്ലോ. നമുക്ക് അതിൽ വലിയ ഗടിപിടിയൊന്നും ഇല്ല. എന്നാലും ഇത്തരല വൈകും ഞാനും വിചാരിച്ചിട്ടുമില്ല. എന്നോട് പറഞ്ഞു 8 മണിയാകുമ്പോ എന്തായാലും എത്തണോ, 8:30 കയറും, 9:30 കീയും. 10 മണിയാകുമ്പോൾ കയറിയിട്ടേ ഇല്ല. സാരമില്ല, അൽഹംദുലില്ലാ. പിന്നെ ഫസ്റ്റ് പരിപാടിയുടെ തുടക്കാകുമ്പോ കുറച്ചെല്ലാം അപ്പുറപ്പുറാക്കേണ്ടി വരും. തുടക്കം എന്നല്ല, മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞങ്ങനെ അപ്പുറപ്പുറാക്കൽ. അപ്പുറപ്പുറാക്കാൻ പഠിച്ചെന്ന് കണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്, അതാണ് ലൈഫ്. അത് ഉണ്ടെന്ന് കണ്ടെങ്കിൽ ബിന്ദാസ്. പിന്നെ എന്തു വില ഭാരമായിട്ട്, ചിക്കായിട്ട്, കെട്ടിന്റെ മുള്ളായിട്ട്, മുള്ളിന്റെ കെട്ടായിട്ട് എന്തോ അനുഭവമാണില്ല. അഡ്ജസ്റ്റ്മെന്റ് മുന്നേ പോകണം. ഈ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നിനും ആരും വിട്ടുകൊടുക്കാൻ റെഡിയില്ല. കണ്ടക്ടർ ചെന്ന് ബാക്ക് പോയി, അവൻ ബാക്ക് പോകുന്നില്ല. ഡ്രൈവർ ചെന്ന് എതിർക്ക് വരുന്നുമില്ല. പിന്നെ അങ്ങനെ ബാക്കിയുള്ള ഞങ്ങളെ കയറേണ്ടി. ഞമ്മളോ അങ്ങനെ, നിങ്ങൾ അവിടേക്ക് വരി, നിങ്ങൾ ഇവിടേക്ക് വരി. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്ന് കണ്ടെങ്കിൽ പിന്നെ ജീവിതം വളരെ പ്രയാസം. എല്ലാത്തിനും പലതും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് വെച്ചോ, പലതും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് വെച്ചോ. 90% ഞങ്ങൾ എല്ലാത്തിനും നോ എന്ന് പറയാൻ പഠിച്ചോ. പിന്നെ കുറച്ചല്ല അൽഹംദുലില്ലാ ആയി എന്ന് പറഞ്ഞ് തലാട്ടാനും പഠിച്ചോ. ഞങ്ങൾക്ക് അതിനൊന്നും റെഡിയില്ല. ഞങ്ങൾക്ക് അതൊന്നും അറിയൂല്ല. ഞങ്ങൾ തട്ടിന് മുട്ട്, ഒറ്റ കൊത്തിന് 2 കഷ്ണം. അവിടെയാണ് പ്രശ്നം. അല്ലാഹു തആല ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരട്ടെ. ഞങ്ങളുടെ കുടുംബ ജീവിതവും ഞങ്ങളുടെ ആഖിറത്തിന്റെ ജീവിതവും അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. വളരെയധികം വിശാലമായ ഒരു വിഷയമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ ഷിഹാബുദ്ദീൻ സാഹിബ് ഇല്ലേ ഇവിടെ? ആയിക്കോട്ടെ, പ്രശ്നമില്ല. തിരക്കുള്ളവരുള്ളൂ, സംഘാടകർ മകനെയാണ്. പിന്നെ എന്താ വിഷയം?
കുടുംബജീവിതം ഇസ്ലാമിൽ അത് ഈ ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ ചൊല്ലിയിട്ട് തീരേണ്ട വിഷയമല്ല. കുടുംബജീവിതം എന്നത് കുടുംബം എന്ന് പറഞ്ഞെങ്കിൽ തന്നെ അതൊരു വിശാലമായ ഒരു സാമ്രാജ്യമാണ്. ചില ആൾക്കാർ മനസ്സിലാക്കി കുടുംബം ചെല്ലെങ്കിൽ കെട്ടിയോളും കുട്ടിയോളും. ചില മനുഷ്യന്മാർ ചെന്ന് കേട്ടിട്ടില്ല നിങ്ങൾ, ഞാൻ ഗൾഫില്, ഞാൻ മാത്രല്ല എന്റെ ഫാമിലി ആരി ഓളും രണ്ട് കിടക്കോളും, ബാക്കി കാമിലി. ഫാമിലിയും ചെല്ലെങ്കിൽ ഓർ മാത്രമേ. ഫാമിലി എന്നത് വിശാലമായ ഒരു കൺസെപ്റ്റാണ്. അത് വിശാലമായ ഒരു സാമ്രാജ്യമാണ്. അതിൽ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, അതിൽ ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, അതിൽ മക്കളുണ്ട്, മക്കളുണ്ട്, പേരക്കിടാങ്ങളുണ്ട്, അതിൽ മരുമക്കളുണ്ട്, അതിൽ അളിയന്മാരുണ്ട്, മച്ചനമാരുണ്ട്, അതിൽ ഉപ്പാപ്പയുണ്ട്, ഉമ്മാമ്മമാരുണ്ട്, അതിൽ എളാമയുണ്ട്, എളാപ്പയുണ്ട്, അതിൽ കാക്കയുണ്ട്, അമ്മായിണ്ട്, അതിൽ അമ്മായിണ്ട്, മരുമോളുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ പേരാണ് കുടുംബമെന്നത്. ആ കുടുംബമെന്ന സാമ്രാജ്യം അത് ഞങ്ങൾ നല്ല നിലക്ക് കൊണ്ടുപോയി എന്ന് കണ്ടാൽ, അവിടെയുള്ളവരോടുള്ള ബന്ധം ഞങ്ങൾ ചേലാക്കിയാൽ, അവരോടുള്ള കടമകളും കടപ്പാടുകളും നിറവേറ്റിക്കൊണ്ട് ജീവിച്ചാൽ, അവരെ ഞങ്ങൾ അറിഞ്ഞിട്ട് നല്ല പോലെ സഹായിച്ചെങ്കിൽ, അവരുടെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഞാനും നിങ്ങളും ഭാഗവക്കായാൽ, അവരോടുള്ള ബന്ധം ഞങ്ങൾ നിലനിർത്തിയവരായി. അപ്പോഴാണ് ഞാനും നിങ്ങളും മുസ്ലിമീങ്ങളാകുന്നത്, മുഅ്മിനീങ്ങളാകുന്നത്. നല്ല പോലെ കേൾക്കണോ ഇത്? 5 നേരം ഇങ്ങനെ കൈകെട്ടിയിട്ട് തലകുത്തി മറിഞ്ഞത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുന്നില്ല. നല്ല സൗണ്ട് കിട്ടുമ്പോ ഞങ്ങൾക്ക് കൂറ്റില്ല. ഞങ്ങൾക്ക് കൂറ്റില്ലാത്തപ്പോ, ഞങ്ങൾക്ക് കൂറ്റുള്ളപ്പോ ഏതിനും വേണ്ടാത്ത സൗണ്ട്. ഇങ്ങനത്തെ സൗണ്ട്, ഇങ്ങനത്തെ ഓപ്പറേറ്റർ ഞാനിപ്പോ ഒരു റമദാൻ കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് കിടന്ന് കിട്ടിയിട്ടുമില്ല. റമദാൻ കഴിഞ്ഞിട്ട് ഇതെന്റെ 6ാമത്തെ 7ാമത്തെ പരിപാടി. ഒന്നെ തുടങ്ങി വൈകുന്നേരം പിറ്റേന്ന് തന്നെ. ഞാൻ എന്റെ തിരക്ക് പറഞ്ഞല്ല, ഞാൻ ബിസിയും ചെല്ലിയതല്ല. ഇത് കിട്ടുമ്പോ നമുക്ക് അതാണ് നമുക്ക് വലിയ ബേജാറ്. നമുക്ക് ജീവിതത്തിൽ വലിയ ബേജാറില്ല, സൗണ്ട് ശരിയാതില്ല. ഈ നായിനെ കാണുമ്പോ കല്ലില്ല, കല്ല് കാണുമ്പോ നായില്ല അല്ലല്ലോ പണ്ടൊരിക്കും എന്ന പോലെ. നല്ല സൗണ്ട് കിട്ടുമ്പോ നമുക്ക് കൂറ്റില്ല. അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. ആ ബന്ധം നന്നാക്കുമ്പോഴാണ് ഞങ്ങൾ ഈമാനുള്ളവരാകുന്നത്. വലിയ തലീകെട്ട് കെട്ടിയത് കൊണ്ടോ, ഞെരിയാണിക്കതായുള്ള വലിയ കോട്ടിട്ടത് കൊണ്ടാ, അതല്ലെങ്കിൽ നല്ല ഇത്തിരി വണ്ണത്തിലുള്ള തലപ്പിനെ നെറ്റിയിലുള്ള നിസ്കാര തഴമ്പുള്ളത് കൊണ്ടാ, ഡബിളാജി ആയതുകൊണ്ടോ ത്രിബിളാജി ആയതുകൊണ്ടോ, കൊല്ലം ഉംറക്ക് പോയത് കൊണ്ടോ, അതല്ലെങ്കിൽ എന്നെ പോലെ ഘോരഘോരം തൊണ്ട കീറിയിട്ട് പ്രസംഗിച്ചത് കൊണ്ടോ ഒരാൾ മുസ്ലിമാകുന്നില്ല, മുസ്ലിമാകുന്നില്ല. മറിച്ച് അതെല്ലാം ഉണ്ടാവലോടുകൂടി അതിനേക്കാളേറെ വേണ്ടത് ബന്ധമെന്നത് നന്നാക്കലാണ്. കുടുംബക്കാരോടുള്ള ബന്ധം. ആ കുടുംബം എന്ന് പറയുമ്പോ ഉമ്മ വാപ്പ മാത്രമാക്കണ്ട, ഭാര്യ മക്കള് മാത്രത്തിൽ ഒതുക്കണ്ട, അല്ലെങ്കിൽ ആ സഹോദരനെ, അല്ലെങ്കിൽ പിന്നെ ജേട്ടനെ, അനുജന്, ആങ്ങളെ, പെങ്ങള് എന്നിടത്ത് മാത്രം നിൽക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ ആ കൂട്ടരോട് എല്ലാവരോടും ബന്ധം നന്നാക്കുക. ആ ബന്ധം നന്നാക്കുന്നവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മുഅ്മിനീങ്ങൾ ആരറിയുമോ? യഥാർത്ഥ ഈമാനുള്ളവരാരറിയുമോ? ശരിക്കുള്ള മുസ്ലിം ആരറിയുമോ? الذين والذين يصلون ما أمر الله به أن يوصل. ചേർക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളെ ചേർക്കുന്നവരാണ്. ഊഷ്മളമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളെ നല്ല നിലക്ക് ഊഷ്മളമാക്കുന്നവരാണ്. എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും നല്ല മട്ടം പോലെ നിലനിർത്തിക്കൊണ്ട്, അവരോടുള്ള കടമകളും കടപ്പാടുകളും വേണ്ടതുപോലെ നിർവഹിച്ചുകൊണ്ട്, ആവുന്നത് പോലെ കഴിവിന്റെ പരമാവധി അവരെ സഹായിച്ചുകൊണ്ട്, അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഭാഗവക്കായിക്കൊണ്ട് ആരെങ്കിലും ഒരാൾ ജീവിക്കുന്നു എങ്കിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. അവരാണ് മുഅ്മിനീങ്ങള്, അവരാണ് വിശ്വാസികള്, അവരാണ് അല്ലാഹുവിന്റെ പൊരുത്തം ലഭിച്ചവര്. ഞങ്ങൾക്കിന്ന് കുടുംബം വേണ്ട, ഞങ്ങൾക്കിന്ന് വേറെ ആരും വേണ്ട അല്ലേ? പുരകെട്ടുന്ന മുന്നേ 10-12 സ്റ്റെപ്പ് വെച്ചിട്ട് കമ്പൗണ്ട് കെട്ടിട്ടായോ നീ തിരുനാക്കാലം ചെല്ലിയെന്ന് പറഞ്ഞാ എനക്കൊരു പുര കൊട്ടണം ഉസ്താദ്, ചെറിയൊരു പുര, നിങ്ങൾ കാര്യമായിട്ട് ദ്വാരക്കോണം. അപ്പൊ ഞങ്ങളെ പോലത്തെ ഉസ്താദ് വല്ലതും ചെല്ലി ബേജാറാക്കണ്ടേ? വലിയ പോരന്നാക്കി ചെറിയ പോരാക്കുന്നത് നീ ഇരുന്നു. നിങ്ങൾ ബാക്കുള്ളവർ കുറച്ച് എതിർക്കിരുന്നെങ്കിൽ ബാക്കുള്ളവർക്ക് സൗകര്യമാവും. ഇനി വരുന്നവർക്ക് നന്ന എതിർക്ക് വരില്ല. അതാ നമ്മള് ഈ
ഷിഹാബ് സാഹിബുള്ള അതേ ലൈനിലേക്ക് വരും. നന്ന് എതിർക്ക് വരെയും വേണ്ട, അതൊരു പാങ്ങാന്നില്ല. അത് കണ്ണിലേക്ക് കൂൾ കൂട്ടിയ പോലെ കുറെ നേരത്തേക്ക് വരും. നന്ന് എതിർക്ക് വേണ്ട, അവർ രണ്ട് സ്റ്റെപ്പ് അത് അവിടെ അയാളെ നോക്കുന്നത് അയാളൊക്കെ അവർക്ക് ഞമ്മ പോന്ന എനിക്ക് ഇതൊക്കെ വരി. അതിനൊരു ഭാഗ്യം വേണോ? നല്ല കാര്യത്തിൽ എപ്പോഴും മുന്നേക്ക് വരാൻ, നല്ല ലൈനിൽ പോയിട്ട് മുന്നേ നിൽക്കാൻ, നല്ല ജാഗല പോയിട്ട് എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കാൻ, എല്ലാ നല്ല കാര്യങ്ങളിലും പ്രഥമനാകാൻ, ഒന്നാമനാകാൻ അവർക്ക് വേണ്ടത് ഏറ്റവും വലിയ തൗഫീഖാണ്. അത് എല്ലാവർക്കും അല്ല കൊടുക്കുന്ന ചാൻസ് അല്ല. ഞങ്ങൾക്ക് ഒന്നാമതാവാനുള്ള ചാൻസ് ലൈനിൽ സീർണി വേങ്ങുമ്പോ മാത്രം അല്ലേ. ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, നിങ്ങൾ കണക്ക് നേരെ ചിരിക്കാനും കഴിയാ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അതിന്റെ ഇടയിൽ വേണം കുറച്ച് ചിരിച്ചോളി. നിങ്ങൾ നോക്കി നമ്മളെ വയസ്സന്മാർ കൊടുത്തോറല്ല, നിങ്ങൾ ബേജാറാക്കണ്ട. ഞാൻ ഈ ചെല്ലിയ സ്റ്റൈലിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വരുന്നാണ്ട് വിളിച്ചില്ലെങ്കിലേ വേറെ ഗഡിപിടി ഒന്നും ഇല്ലേ. ഇത് നിങ്ങൾ തന്നെ കണ്ടാക്കിയിട്ട് സോപ്പിന്റെ പെട്ടിയിൽ കടത്തലല്ലോ ഒത്തക്ക്, വേറെന്തോ ആക്കലല്ലേ. ബേജാറായെങ്കിലും വിട്ടു ഇതിർന്ന് സംഗതി എന്ത്. നിങ്ങൾ നോക്കി ചിലയിടത്തിൽ ജമാഅത്തെല്ലാം നടക്കുമ്പോ, അല്ലെങ്കിൽ മൗലിദിന്റെ ഓടെ, അല്ലെങ്കിൽ പള്ളിയിൽ ഈ റാത്തിബെല്ലാം നടക്കുമ്പോ അഭിയോ ചില വയസ്സന്മാരെല്ലാം കിടാക്കളിൽ വന്നിട്ട് നിങ്ങൾ ബാക്കിൽ എതിർക്ക് പോറാ വയസ്സന്മാർ വായിക്കുന്ന ആൾ. എന്നിട്ട് ഇയാൾ ബാക്കിൽ നിന്ന് കുന്തം ചാരിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ച നല്ലത് എന്താ വയസ്സല്ലേ, ചാറ്റിരിക്കട്ടെ, അവർ അങ്ങനെ ഇരിക്കേണ്ടി. സുബ്ഹാനല്ലാഹ്, അതേ കുന്തം ചാരിട്ട് ഇരുന്നിട്ട് പുള്ളന്മാര് എതിർക്ക് വായിച്ച ആള് പിറ്റേന്ന് സീർണിന്റെ ലൈനിൽ ഇതേ കിടാവ് എതിർക്ക് പോയിട്ടാ ജില്ലെന്ന് പറഞ്ഞ നീ എന്താ എതിർലേ ബാക്ക് പോറാ, ഞങ്ങളെ വയസ്സന്മാരെ കാണുന്നില്ലേ. ഇന്നാലെ നേരെ ഉൾട്ട. ശരിക്കും അങ്ങനെയാണ് ഇവിടെ ലൈന്. ഡൗട്ടാണ്. നല്ല കാര്യത്തിൽ എപ്പോഴും അതിൽ വയസ്സ് പ്രായമെന്ന് നോക്കാനില്ല. പരിശുദ്ധ ഖുർആനാണ്. നാളെ പരലോകത്തെത്തിയെങ്കിൽ ഒരുപാട് നല്ലവരാ. ഉമ്മമാര് കേൾക്കണോ, പെങ്ങള് കേൾക്കണോ, അള്ളാവിന്റെ നാളെ പരലോകത്ത് ഒരു കൂട്ടം ജനങ്ങള്, ഒരു കൂട്ടം എന്ന് പറയുമ്പോ കുറഞ്ഞ മനുഷ്യന്മാരല്ല, കോടാനക്കോടി ജനങ്ങള്. അവരെല്ലാം നന്മകളും തിന്മകളും എല്ലാം നോക്കിയിട്ട്, അവരെ ഹിസാബെല്ലാം നടത്തിയിട്ട്, അവരെ എല്ലാ നിലക്കുള്ള നിരീക്ഷണ പരീക്ഷണം. നിങ്ങളെ ലാംഗ്വേജ് ഏത്, നിങ്ങളെ ഭാഷ ഏത്? എന്റെ ഭാഷ മനസ്സിലാവുന്നില്ലേ? ഈ നാട്ടിന്റെ ഭാഷ ഏത്? മലയാളം തിരിയില്ലേ? നാളെ പരലോകത്ത് ഒരു കൂട്ടം ആൾക്കാർ അല്ലാഹു തആല എല്ലാ ഹിസാബും നടത്തും. അവസാനം ഫൈനൽ റിസൾട്ട് മാഷാ അല്ലാഹ്, അവർ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരാ. അങ്ങനെ അല്ലാഹു അവരെ സ്വർഗ്ഗത്തിലേക്ക് വിധിക്കുന്നു. അതിൽ ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. നല്ലോണം കേട്ടോളി. അതിൽ കോടാനക്കോടി ജനങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അവരെ റിസൾട്ട് അല്ലാഹു തീരുമാനിച്ചു. മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരാണ്. അല്ലാഹുവിന്റെ മലായികത്തീങ്ങൾ സ്വർഗ്ഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിപ്പിച്ചുകൊണ്ട് ആ ജനങ്ങളെ സ്വർഗ്ഗത്തിന്റെ ആ വാതിൽക്കൽ കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ തിരുമുറ്റത്തെത്തുമ്പോ, പരിശുദ്ധമായ സുഖലോക സ്വർഗ്ഗത്തിന്റെ ഉമ്മറപ്പടിയിലെത്തുമ്പോ ആ ജനങ്ങളോടല്ല പറയും, അവിടെ നിൽക്കുക. കിടക്കാനായിട്ടില്ല, ഉള്ളൊക്കെ കിടക്കാനായിട്ടില്ല, ഉള്ളൊക്കെ പോകാനായിട്ടില്ല. കുറച്ചും കൂടി സമയമുണ്ട്, ഇവിടെ നിന്നോളൂ. ഇനി നിങ്ങൾക്ക് ഹിസാബില്ല, നിങ്ങളതെല്ലാം കഴിഞ്ഞിന്. നിങ്ങൾ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. നിങ്ങൾ എല്ലാം കൊണ്ടും എന്റെ പൊരുത്തം ലഭിച്ചവരാണ്. നിങ്ങൾ നല്ലവരാണ്, നല്ലവരിൽ നല്ലവരാണ്, സ്വർഗസ്ഥരാണ്. എന്നാലും ഇപ്പൊ കിടക്കണ്ട, ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല മനുഷ്യന്മാരവിടെ നിർത്തുകയാണ്. മുസ്തഫ നബി തങ്ങൾ പറയുന്ന ഹദീസ്. ഞാൻ ആ കഥ പറയുന്നതല്ല, ഡിങ്കന്റെ കഥ പറയുന്നതല്ല. നല്ല പോലെ കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. ഞങ്ങൾ എപ്പോഴും നല്ല കാര്യത്തിൽ ബാക്ക് അടിക്കുന്നവരല്ലേ, എപ്പോ നോക്കിയെങ്കിലും ബാക്ക് സീറ്റ് പിടിക്കുന്നവരല്ലേ, എല്ലാ നല്ല കാര്യത്തിനും ലേറ്റായിട്ട് വരുന്നവരല്ലേ, ജുമാക്ക് 12:59 എത്തുന്നവരല്ലേ, ഹദ്ദാദ് തീരാനാകുമ്പോ വരുന്നവരല്ലേ, ജമാഅത്തിന് ലാസ്റ്റിന്റെ അത്തയ്യാത്തിൽ വന്നിട്ട് കൂടുന്നവരല്ലേ, തറാവിക്കും അങ്ങനെ എല്ലാത്തിനും ലേറ്റാകുന്നവരാണ്. എന്നാ ഈ ഹദീസ് കേട്ടോ, ഉമ്മമാര് കേട്ടോ, ഉമ്മമാരിൽ പെങ്ങന്മാരിൽ ചിലരുണ്ട്, അവരും അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായാലും അവർ ഫ്രീ ഉണ്ടെങ്കിൽ പോലും ആ സമയത്തിന് നിസ്കരിക്കല. എല്ലാരും അല്ല, അവർക്ക് പണിയുണ്ട്, ഞങ്ങളെ കാട്ടിയേറെ പണിയുണ്ട്. ഇല്ല ഞാൻ പറയുന്നുമില്ല. ചില മാപ്പിളമാർ, തെരുമുക്കില്ലാത്ത മാപ്പിളമാർ കേൾക്കും, നീ എന്തോടെ മലമറിച്ചാണ്. അതുപോലെ പണി നീ എടുക്കണോ? ഒരു 5 മിനിറ്റ് അപ്പാറിന്ന് മലമറിക്കുന്നതാ, കുന്നുപൊളിക്കുന്നതാ. പണിയുണ്ട്, പണിയില്ല എന്ന് പറയില്ല. എന്നാലും ഇനി പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ബൈക്ക് കഴിഞ്ഞ് കൊടുക്കുന്നവർക്ക് കൊടുത്തിട്ടായി, കഴുകുന്ന കഴുകിട്ടായി. മണി 2:10 അല്ലെങ്കിൽ ഒരു 1:10.
എന്നാലും എന്താക്കാല ഫ്രീ ആകുമ്പോ നൂറുസ്കരിച്ചു ഈനെ 3:42 എന്നെ കോലെടുക്കല് നീ ജണ്ടിയാക്കും. അതേ ഒരു ഓലൂല് അപ്പുറത്തൊക്കെ ഒരു തുള്ള മുസല്ല ഒന്നും വേറെ വിരിക്കണ്ട, കമ്മീസ് ഊരണ്ട, ഇനി ഇടണ്ട, എല്ലാത്തിലും ഉണ്ട്. ഇതിന് എത്ര ലേട്ടാക്കുന്നു? ഇൻ കേസ് ഒരു വേള അകസ്മാത്ത് അങ്ങനെ ആയിപ്പോയെങ്കിൽ കേസില്ല. അവരെ പറ്റിയല്ല ഈ പറയുന്നത്. ഇത് വെറുതെ ഒരു കാരണമില്ലാണ്ട് കലാവോടത്തോളം ലേട്ടാക്കാൻ നീ പറഞ്ഞിട്ടുമില്ല. ഏറ്റവും വലിയ ഇബാദത്ത്, ശ്രേഷ്ഠമായ ഇബാദത്ത്, കൂലിയേറെയുള്ള ഇബാദത്ത്, അതേ ഫീ അവ്വലി വഖ്തിഹാ, ഫസ്റ്റ് ടൈമിലുള്ളതാണെന്ന്, സമയത്തിന്റെ തുടക്കത്തിലുള്ളതാണെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി വർക്കച്ചല്ലേ മുസ്തഫൽ വറാ റസൂലുള്ളാഹി അവർ കേൾക്കണോ? ഇതാ അങ്ങനെ വൈകുന്നവര്, അങ്ങനെ ലേട്ടാക്കുന്നവര്, വെറുതെ ഒരു കാരണം കൂടാതെ എല്ലാത്തിലും പിന്തുന്നവര്, നല്ല കാര്യത്തിന്റെ എവിടെയും കാണാതെ കണ്ട് ബാക്കടിക്കുന്നോറ് എല്ലാരും കേട്ടോ. നാളെതാ ഒരു കൂട്ടം ജനങ്ങളെ അല്ലാഹു ഹിസാബെല്ലാം കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നു. സ്വർഗത്തിന്റെ ഉമ്മറപ്പടിന്റെ അവിടെ എത്തുമ്പോ, പടിവാതിൽക്കലെത്തുമ്പോ അല്ലാഹു അവരോട് പറയുകയാണ്, ഇവിടെ നിന്നോളൂ, കടക്കാരായിട്ടില്ല. ഒരിത്തിരി നേരം, ഒരു കുറച്ചു നേരം ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിർത്തുകയാണ്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, നല്ലവരാണ്, സ്വാലിഹീങ്ങളാണ്. ഇനി അവരുടെ കാലെടുത്ത് വെക്കുന്നത് സ്വർഗത്തിലാണ്. ഇനി അവരുടെ ഭാവി ജീവിതം കാലാകാലം സ്വർഗത്തിലാണ്. എന്നാലും അവർ ഇപ്പൊ സ്വർഗത്തിന്റെ പുറത്ത്, ഔട്ട്സൈഡില് 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തിയ ആ മനുഷ്യന്മാർ സുബ്ഹാനല്ലാഹ് ആ നിന്ന നിൽപ്പതാ നീണ്ടുപോവുകയാണ്. ദിവസങ്ങളല്ല, മാസങ്ങളല്ല, കൊല്ലങ്ങളല്ല, 1000 ആണ്ടുകളോളം അവർ അവിടെ പുറത്തു നിൽക്കുന്നു. പിന്നെ വന്ന കുറെ ആണുങ്ങള്, പിന്നെ വന്ന കുറെ പെണ്ണുങ്ങള് ആ വഴിയിലൂടെ അവരുടെ മുമ്പിലൂടെ സുഖലോക സ്വർഗത്തിലേക്ക് കടക്കുകയാണ്, കടന്നു പോവുകയാണ്, സ്വസ്ഥമായി റാഹത്തോടെ കഴിയുകയാണ്. അപ്പോഴും ഇവർ കടന്നിട്ടില്ല, കടക്കാൻ വിടുന്നില്ല. ലാസ്റ്റ് സഹികെട്ടോറ് പറയാ അല്ലാട്, പഠിച്ചോനെ നീ ഞങ്ങളിൽ 1 മിനിറ്റ് നിക്കി ചെല്ലിട്ട് ബാക്കിയുള്ളവരെല്ലാം പോയിട്ട് തന്നെ ആയല്ല. ഇഷ്ടംപോലെ ആൾക്കാർ പോയിക്കൊണ്ടുണ്ടു, കടന്നുകൊണ്ടുണ്ടു. ഞങ്ങളാണെങ്കിൽ എപ്പോഴേ ഞങ്ങളെ ഹിസാബും നൂലാമാലകളും എല്ലാ നിലക്കുള്ള നിന്റെ പരീക്ഷണങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഞങ്ങൾ എപ്പോഴേ ഇവിടെ സ്റ്റോപ്പല്ലേ, സ്റ്റാൻഡിങ്ങിലല്ലേ. എന്തേ ഞങ്ങളെ കടത്താഞ്ഞ്? ഞങ്ങൾ ഓരോന്നിനും ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ എടുത്തു വെക്കുമ്പോ, ഞങ്ങൾ കിടക്കാൻ വേണ്ടി നോക്കുമ്പോ, ഞങ്ങൾ കാലെടുത്ത് വെക്കുമ്പോ അല്ലോ നീ ഞങ്ങളോട് പറയുന്നു ആയിട്ടില്ല, ആയിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ വന്നവരെല്ലാം കടന്നിട്ടും പോന്നു. എന്തേ എന്ന് ചോദിക്കുമ്പോ മേലായ റബ്ബ് ആ മനുഷ്യന്മാരോട് പറയുന്ന മറുപടി, ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിമേ കേട്ടോ. അല്ലാഹു ആ മനുഷ്യന്മാരോട് പറയണത് എന്തറിയോ? നിങ്ങൾ ദുനിയാവിലെ എല്ലാ നല്ല കാര്യത്തിനും ലേട്ടായിരുന്നുവല്ല, എല്ലാ നല്ല ജാഗലും നിങ്ങൾ ബേക്കായിരുന്നുവല്ല, എന്നാ ഊടെയും കുറച്ച് ലേട്ടാവട്ട്. ഇതിപ്പത്ര ധൃതി, ഇതിപ്പത്ര അർജന്റ്. ഊർലിങ്ങളെ കാണുമ്പോ മുട്ടുന്ന അവരെല്ലാം സ്വർഗത്തിൽ നല്ല ഹാപ്പി ആയിട്ട് പൂ പോലത്തെ ശക്കന്മാരും ചക്കികളായിട്ട് നടക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് എന്തല്ലാന്നാ ആയിട്ടില്ല. സബറെടുക്കി സ്വർഗത്തിൽ കിടന്ന പിന്നെ അങ്ങനല്ലേ, അങ്ങനത്തെ തൊണ്ടനും കാലെടുത്ത് വെച്ച 32 അങ്ങനത്തെ കിളവിയും, കിളവിക്ക് എന്താ പറയാ, തുണ്ടി, എങ്ങനത്തെ തുണ്ടിയായാലും എന്തേ ഈ ഭാഷ പറയുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം. ഇനി നാളെ ഒരു ഗുൽമലായില്ല, 6 നാട്ടിൽ 100 ഭാഷയല്ലോ. ഞാനിങ്ങനെ ഈ പ്രസംഗത്തിന് ഇങ്ങനെ കുറച്ച് ലോങ് പോകും, നിങ്ങൾ ഈ ഗാട്ടി കയറിയിട്ട് അങ്ങോട്ട്. അപ്പൊ കുറച്ച് ബേം ഇറങ്ങി. അപ്പോൾ ഒരു ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ ഈ മംഗലാപുരം കഴിഞ്ഞ് മണിപ്പാളുണ്ട്. അങ്ങോട്ട് എത്തുമ്പോൾ നല്ലോണം വിശന്ന് പൈച്ച് ഒരു ഹോട്ടലിൽ കയറി. ഡ്രൈവർ ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞാൻ കാറിൽ ഇരുന്നോളാം. ഇതാ ഞാൻ. അപ്പോൾ ഈ ഹോട്ടലിൽ കയറിയിട്ടാകുമ്പോൾ നല്ലോണം പൈച്ച്
പിന്നെ അങ്ങനെയാണ്. കക്കൂസിലേക്ക് എത്തോടത്തോളം കുറച്ചേ മൂത്രം കുടിക്കത്ത്, കയറി കഴിഞ്ഞ ശേഷം നല്ലോണം കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ എന്താക്കി, ചെറിയൊരു ചോറിന് തന്നെ ഓർഡർ കൊടുത്തു. ഇവിടെ എല്ലാവരും ബേക്കുന്നെല്ലാം കാണും, ഇല ഇട്ടിട്ടും പൂ ഇട്ടിട്ടും എല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ചോറിന് കേട്ട് വിളിച്ചിട്ട് കേട്ട് കറി എന്തുണ്ട്, നമ്മൾ പറഞ്ഞു ബാളക്കറിയുണ്ട്. ബാള എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ വലിയൊരു മീനില്ലേ, വലിയ തളുവാർ പോലത്തെ ചാള മീൻ നമ്മൾ പറയല്, വാള മീൻ എന്ന് പറയും. വാള ചാള എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റുമാണത്. അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, അതിന്റെ ചാറല്ലേ. അങ്ങനെ ചോറെല്ലാം കൊണ്ടുവന്ന് സൈഡിൽ അച്ചാറുണ്ട്, നക്കിട്ട് കൂട്ടുന്നുണ്ട്, തൊട്ടിട്ട് കൂട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം വന്നിനി. പക്ഷെ ഈ ബാളന്റെ ചാറ് കാണുന്നേ ഇല്ല. ഞാൻ എന്താക്കി, നക്കി നക്കി നക്കിട്ട് ഇതെല്ലാം കാലിയായി നല്ലാതെ ഈ ബാളന്റെ കാണുന്നേ ഇല്ല. പക്ഷെ തീരാനാകുമ്പോ 3/4 കാലി, എനിക്ക് 1/4 ഉള്ളു ചോറും ചാറും. ഞാൻ ഓൻലി കേട്ട്, ചങ്ങ എത്ര നേരെ ഏണ്ടി ബാളന്റെ കറി. അപ്പൊ അവന്റെ എല്ലാം എന്തു സ്ഥലം എപ്പോഴും നക്കിട്ട് തിന്നിട്ട് തീർത്തായി കിട്ടാനെ, തിന്നിട്ട് തീർത്തിട്ടായി ബാളന്റെ. ഇത് സംഗതി എന്താ പറയാ, ബാക്കില്ലേ ബനാന പഴം, ഇത് അതിന് ചെല്ലേ ബാളന്റെ കറി. എനക്കെന്തറിഞ്ഞു നിങ്ങളിവിടെ ബാളെന്നാ പറയല്, ബായക്കൊക്കെ പഴത്തിന് എന്താ പറയല്? എന്നോട് ഞാൻ വിചാരിച്ചു ബാളക്കറി ചിലപ്പോ ഇത് കൊണ്ടിരുന്നു വലക്ക് പോലത്തെ. ഇത് ഈലിയായപ്പോഴും നക്കിട്ടായി. അല്ലപ്പോ ചിലർത്തല്ല ഭാഷ ഒരു പ്രശ്നമാണ്, അതാ ഞാൻ പറഞ്ഞത്. ഏത് വട്ടത്തിൽ കേട്ടു, നമ്മളെ വിഷയം അതല്ല. അപ്പൊ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ഇവരെ ലേട്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. അവർ തെറ്റെയ്തതിന്റെ പേരിലല്ല, അവർ നല്ല കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പേരിലല്ല, അവർ അമലുകൾ ചെയ്യാത്തതിന്റെ പേരിലല്ല. അവരെല്ലാം ചെയ്തിരുന്നു, പക്ഷേ ലേറ്റായി. എല്ലാത്തിലും അവർ ബാക്കായി. എല്ലാ നല്ല ഇടങ്ങളിലും അവർ വൈകി. അപ്പൊ അവിടെയും വൈകും. സ്വർഗപ്രവേശനവും അവർക്ക് ലേട്ടാവും. അള്ളാവിന്റെ കാരുണ്യം ലഭിക്കുന്നതും അവർക്ക് വൈകും. അള്ളാവിന്റെ പൊരുത്തം കിട്ടുന്നതും അവർക്ക് ലേട്ടാവും. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അപ്പൊ എന്തും ലേട്ടാണ്ട, എപ്പോഴും ലേട്ടാണ്ട. പ്രത്യേകിച്ച് ഇനിയുള്ള സമയത്തല്ലോ ഈ ടൈമിൽ ഒഴിവാക്കണം. ഈ 10 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിയോളം ആയത് എങ്ങനത്തെ ഉൾസൈഡായ മോശം ഇല്ല, ആൾക്കാർ വരുന്നില്ല, അങ്ങനത്തെ ഒരു കാരണം എന്തും ചെല്ലാൻ നിൽക്കണ്ട. എത്ര ആള് വന്ന് അത്ര ആള് മതി. വേഗം തുടങ്ങിയിട്ട് വേഗം തീർക്കും. ഒന്നാമത് ഇപ്പൊ ഈ ടൈമിൽ എങ്ങനെയോ അങ്ങനെ എന്റെ ഇടക്കൊക്കെ എക്സാം പരീക്ഷ എല്ലാം ഉണ്ട്. ഇവിടെ തീർന്ന കഴിഞ്ഞ സലാമത്തായി അറിയാം. അപ്പൊ ആ കഴിവതും ഇവര് പഴയതുപോലൊന്നും അല്ലല്ലേ. പണ്ടത്തെ മനുഷ്യന്മാരൊക്കെ 10 മണിക്കും വയലിനെല്ലാം വരുമ്പോ നല്ല കൈയും വീഞ്ഞിട്ട് വയസ്സന്മാരും ആണുങ്ങും പെണ്ണുങ്ങളും വന്നുണ്ടായി. ഇപ്പൊ അങ്ങനെ ആരും വരുന്നുമില്ല. വരുന്നവൻ തന്നെ ഏറ്റിട്ട് കൊണ്ടിട്ട് വരും. കാരണം ആർക്കും വലിയ ആരോഗ്യം ഒന്നും ഇല്ല. ചില വയസ്സന്മാരെല്ലാം വയലിനോട് വരുമ്പോ 1.5 കിലോ കുളിയെ എടുത്തോണ്ടേ വരുന്നു. പ്രഷറിന്റെ അതും ഷുഗറിന്റെ. പഴയ പോലൊന്നും അല്ല. മാത്രമല്ല കാലം അങ്ങനെ സമയ സന്ദർഭം പിന്നെ ഞങ്ങളെ പരിസരം വളരെ മോശമാണ്. പഴയതുപോലൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ബേൻ തുടങ്ങാൻ ബേൻ തീർക്കാം. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോവാം. അപ്പം മിനിങ്ങൾ എന്ന് പറയുമ്പോ അവർ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ആ ബന്ധങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബന്ധമാണ് ഉമ്മ ബാപ്പയോടുള്ള ബന്ധം. എല്ലാവരോടുള്ള ബന്ധവും പറയാൻ സമയമില്ല. അത് ഉദ്ദേശിച്ചിട്ടല്ല ഈ വിഷയം കൊടുത്തതും. അത് എന്താണ് ആ ഉദ്ദേശം എന്ന് എനിക്ക് അറിയുകയും ചെയ്യും. വിശാലമായ ഈ കുടുംബം എന്ന ഈ സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കക്ഷികളാണ് ഉമ്മ ബാപ്പ. അവരാണ് കുടുംബം എന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഫൗണ്ടർ. അതിന്റെ സ്ഥാപകന്മാർ അവരാണ്. അവരിലൂടെയാണ് എല്ലാം ഉണ്ടാകുന്നത്. അല്ലേ, എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണ് എനിക്ക് മക്കളായത്, എനിക്ക് ഭാര്യയായത്, എനിക്ക് ജേട്ടനുണ്ടായത്, എനിക്ക് അനുജനുണ്ടായത്, എനിക്ക് അളിയന്മാരുണ്ടായത്, എനിക്ക് പെങ്ങളുണ്ടായത്, എനിക്ക് മച്ചുനനുണ്ടായത്, എനിക്ക് ലോകത്ത് എളാപ്പയുണ്ടായത്, അമ്മയുണ്ടായത്, എളാമയുണ്ടായത്. എല്ലാത്തിന്റെയും മൂലകാരണം ബാപ്പുമ്മയാണ്. അവരോടുള്ള കടമയാണ് ഒന്നാമത്തെ കടമ. അവരാണ് ഞങ്ങളെ സ്വർഗം തീർമാനിക്കുന്നവര്. അവർക്ക് അവരോടുള്ള ആ സ്നേഹപ്പാട്, അവരോടുള്ള വിരിശപ്പാട്, അവരോടുള്ള വലിയ കടമ, അവരോടുള്ള വലിയ അവകാശ നിർവഹണം, അതിലൂടെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ കഴിയാം. സത്യം പറയട്ടെ, ഞങ്ങൾ ദുനിയാവിയായ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാവല് ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോ ഞങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ കാവല്, പ്രൊട്ടക്ഷന് ഞങ്ങളെ ബാപ്പ ഉമ്മ ഉണ്ട് ഹയാത്തിൽ എന്നതാണ്. ഒരാളെ ബാപ്പയും ഉമ്മയും ഹയാത്തിലുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അത്യാവശ്യമുള്ളവർക്ക് പോവാ, അത്യാവശ്യമുള്ളവർക്ക് വിഷയാക്കാം, അത്യാവശ്യമുള്ളവർക്ക് എണീക്കുക ഒക്കെ ചെയ്യാം. അല്ലാത്തവരെല്ലാം നിന്ന് നോക്കും. കാരണം സമയമെല്ലാം ഭയങ്കര സ്പീഡില് പണ്ടത്തെ പോലെ എന്തോ അല്ല.
ഭയങ്കര സ്പീഡ്. പണ്ടെല്ലാം ഒരാഴ്ചയെല്ലാം പോണ് റമദാനെല്ലാം തീരെ മനുഷ്യന്മാർ ഹത്തം ഓതിക്കൊണ്ടേ ഒരു തീർന്ന മതിയാട്ടി. ഇപ്പൊ കൊള്ളുള്ള ഒരു തീരുന്ന പിന്നെ റമദാൻ തീർന്നിട്ടാ. ആഖിറുസമാന്റെ അടയാളല്ലേ നബി തങ്ങൾ പറഞ്ഞതും അങ്ങനല്ലേ, യതഖാറബു സമാൻ, സമയം ഭയങ്കര സ്പീഡാവും. ഞങ്ങൾ പെട്ടെന്ന് വയസ്സന്മാരാവും, മരിച്ചു പോകാനുള്ള ആ സമയം ഞങ്ങളിലേക്ക് വേടുത്തു വരും. ഞങ്ങളെ ഞങ്ങളെ വയസ്സ് വേം അവസാനിക്കാരാവും. ഇല്ലേ, എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്. അതുകൊണ്ട് നല്ലോണം കേട്ടോ, ഞാൻ പറഞ്ഞു വന്നത് ഉമ്മ വാപ്പ എന്നതാണ് കുടുംബത്തിന്റെ മൂലം. അവരിലൂടെയാണ് എല്ലാം. അവരോടുള്ള കടമയാണ് ഒന്നാമത്തെ കടമ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, പൊന്നാര നബിയേ, ഏറ്റവും വലിയ ബന്ധം ഞാൻ വെച്ച് പുലർത്തേണ്ടത് ഹഖ്ഖു സുഹബത്തി, ഞാൻ ഏറ്റവും കൂടുതൽ കടമ നിർവഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് ബാധ്യതകൾ തീർക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഞാൻ കടമ നിർവഹിക്കേണ്ടത് ആരുടേതാണ് നബിയേ? ആരോടാ നബിയേ? മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോട്. ഉമ്മുക, നിന്റെ ഉമ്മയോട്. ഉമ്മയോട്. സുമ്മ അബൂക, ബാപ്പയോട്. ഇവരോടാണ് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ കടമ. തീർത്താലും എത്ര കണ്ട് തീർത്താലും ഒരിക്കലും തീരാത്ത കടമകളാണ് ഞങ്ങളെ ഉമ്മ ബാപ്പയോട് നമുക്കുള്ളത്. പെണ്ണുങ്ങൾക്കല്ല. പെണ്ണുങ്ങളടുത്തുള്ള ചെറിയ പൈതങ്ങ് കളിക്കുന്നങ്ങ് ചിരിക്കുന്നങ്ങ് നിങ്ങന്തും ജോറാക്കണ്ട. അവറയിലെ പോട്ട് വിഷയല്ലാക്കട്ട്. അതേ സമയത്ത് മദ്രസക്ക് വരുന്ന കിടാവൂ കണക്ക് നേരെ ചിരിക്കുന്നെങ്കിൽ എല്ലോണം കൺട്രോൾ ആയിക്കോട്ടെ. അവല്ലേ, കാരണം എന്തേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾ പറയുന്നതൊന്നും എനിക്ക് ചിലപ്പോൾ തിരിഞ്ഞോളൊന്നുമില്ല. അപ്പൊ കുറച്ച് ജാഗ്രത. പിന്നെ അവിടെ വയറ്, കേബിള്, പൊട്ടിയ ഗ്ലാസ്, കണ്ണടി, ചില്ലെല്ലാം ഉണ്ടാവും. അപ്പൊ കിടാക്കളെല്ലാം അതിലെല്ലാം പായാനെല്ലാം വിടണ്ട. കുറച്ചെല്ലാം ജാഗ്രത ആക്കിയെങ്കിൽ നല്ലത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഏടെ പറഞ്ഞു നിർത്തി? ഗോവിന്ദ, നിങ്ങ എന്റെ കൂടെ ഇല്ലേ? ഞാൻ ബണ്ണിയും കളിക്കിടാണാ? ഞാൻ എന്ത് പറഞ്ഞോണ്ടേ? ഇത് പാട്ടല്ല, ബായ് വളർത്തിട്ട് കേൾക്കോ. ഇത് ഓന്റെ ഉപേന്ദ്രന്റെ പാട്ടല്ല. എന്നാ പിന്നെ ഈ കാതിൽ കേട്ടിട്ട് ഈ കാതിൽ വിടായി. ഓന്റെ പാട്ടാണെങ്കിൽ പ്രശ്നമല്ല. ഇതല്ലല്ലോ. വയല് എന്ന് പറയുമ്പോ അത് പൈസാക്കാനുള്ള പരിപാടിയല്ല, അത് നേർച്ചു വീട്ടാനുള്ള പരിപാടിയല്ല. അത് ഈമാനാണ്. ഇത് ഈമാനാണ്, ഇത് ഇബാദത്താണ്, ഇത് ദിക്റാണ്, ഇത് ഏറ്റവും വലിയ അമലാണ്. ഇതിന്റെ മഹത്വം നമുക്കറിയാല. ഇതിന്റെ മഹത്വം അറിഞ്ഞോറ് പണ്ടത്തോറും. അതുകൊണ്ടല്ലേ പണ്ടിങ്ങത്തെ ഡാമാറ് റോഡില്ല, ഇങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ല കമ്പത്തില്. എന്നിട്ട് പോലും സുരുവയില് പള്ളിക്കെല്ലാം വയല് കേൾക്കാൻ വേണ്ടിയിട്ട് പഴയ കാലത്തെ മനുഷ്യന്മാർ, വയസ്സത്തികൾ ചൂട്ട് കത്തിച്ചിട്ട് നടന്നിട്ട് പോയിക്കൊണ്ടുണ്ടായി. ഇന്നത്തെ കിടാനി ചൂട്ടില്ല, എങ്ങനെ അറിയാൻ? കാലിന്റെ അടിയിൽ വയൽ നടക്കുന്നതായിട്ട് വരാൻ ആളില്ല. പിന്നെ എല്ലാരും വരൂല്ല, അതിൽ നമ്മ ബേജാറാണൊന്നുമില്ല. ഞാൻ വന്നപ്പോ എന്നെ ഭയങ്കര സമാധാനിപ്പിച്ചില്ല ഒരാള്. എന്റെ പേര് പറയുന്നില്ല, സ്ഥലത്ത് ബേജാറാക്കിയിരുന്നു. പെണ്ണുങ്ങൾ നല്ലോണം കൊണ്ടു. ഞാൻ പെണ്ണിട്ടോ ഒന്ന് കെട്ടിയിട്ട് മൂക്കില് കെത്തി. അല്ല, ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ പെണ്ണുങ്ങ ധാരാളം ഉണ്ടാവും. പിന്നെ അത് ഹല്ലുള്ളോറ് വരുന്നു. എത്ര ആണുങ്ങാവട്ട് പെണ്ണുങ്ങാവട്ട്, ഈനെല്ലാം വേണ്ടി വലിയ ഭാഗ്യല്ലേ. ഫ്രീ സമയമുണ്ട്, ടൈമുണ്ടോ, ആരോഗ്യമുണ്ടോ, ഉടനെ ചുറ്റിക്കൊണ്ട് നടന്നുകൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ കെത്തിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് വലിയ ഇബാദത്താണ്, ഇത് വലിയ ദിക്റാണ്, ഇത് ഏറ്റവും വലിയ അമലാണ്. ഈടക്കെത്താൻ വേണ്ടത് ഈ അല്ലാഹുവിന്റെ തൗഫീഖ്. ആ തൗഫീഖ് ലഭിച്ചവരാണ് നിങ്ങള്. അള്ളാഹു മരണം വരെ ഞങ്ങൾക്ക് ആ തൗഫീഖ് നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അതേ ഉമ്മയോട് ബാപ്പയോട് തീർത്താലും തീരാത്ത കടമയാണ് അവരോട്. ഉമ്മ, ഞാൻ നിന്നെ നല്ലോണം നോക്കീന്, ഇനി ഓ നോക്കട്ടെ എന്ന് പറയാൻ കഴിയാല. ഒരു മോന്, നീ അങ്ങനെ നല്ലോണം നോക്കിനെന്ന് പറഞ്ഞിട്ട് എത്ര നല്ലോണം നോക്കിയെങ്കിലും അതൊരു നോക്കലായിട്ടില്ല മോന്. കാരണം അത് ഉമ്മയാണ്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത്, വഫീ റിവായത്തിൻ ഉമർ ഖത്താബ് തങ്ങളെ കാലത്ത് ഒരാളങ്ങനെ യമനിൽ നിന്ന്, ഷാമിൽ നിന്ന് തന്റെ ഉമ്മാനെ തലയിൽ പുറത്തിട്ട് പരിശുദ്ധമായ ഹജ്ജിന് വന്നു.
പരിശുദ്ധമായ മക്കയിൽ വന്നു, കഅബാലയം തവാഫ് ചെയ്തു, സഫാ മർവാന്റെ ഇടയിൽ നടന്നു. എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് അയാൾ ഉമ്മാനെ പുറത്തിട്ട് ഹജ്ജ് ചെയ്യുകയാണ്. സ്വന്തം ഉമ്മാനെ, പെറ്റുമ്മാനെ തലയിലേറ്റിയിട്ട് ആ മകനതാ ഹജ്ജ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ആ മകൻ നേരെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, പൊന്നാര തങ്ങള്, ഞാൻ അങ്ങകലെ യമനിൽ നിന്ന് വന്നവനാണ്, അല്ലെങ്കിൽ ഷാമിൽ നിന്ന് വന്നവനാണ്. ഞാൻ എന്റെ ഉമ്മാനെ ചുമന്നുകൊണ്ട് ഇവിടെ ഹജ്ജിന് കൊണ്ടുവന്നവനാണ്. എന്റെ ഉമ്മാനെ തലയിലേറ്റിയിട്ട് ഞാൻ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തവനാണ്. എന്നാൽ തങ്ങള്, ഞാൻ എന്റെ ഉമ്മയോടുള്ള കടമ നിർവഹിച്ചവനായോ? ഉമ്മാനോടുള്ള ബാധ്യത വീട്ടിയവനായോ? ആ സമയത്ത് മഹാനരായ തങ്ങൾ പറഞ്ഞെന്തറിയാ, ഇല്ല, ഒരിക്കലുമായിട്ടില്ല. നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നിട്ട്, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ധരിച്ചിട്ട് ഉമ്മറപ്പടി കടന്നതിന് പോലും നീ ഈ പുറത്തിട്ട് നടന്നത് പകരമായിട്ടില്ല മോനെ. ഞങ്ങൾ ഉമ്മ എത്ര പുറത്ത് കടന്നതിന്? എത്ര? 3-3.5 കിലോ ഉണ്ടായിട്ടില്ല കുഞ്ഞ്? 9 മാസം കഴിയുമ്പോ ഏകദേശം 3 കിലോ എങ്ങനെ ഉണ്ടായിനല്ലേ? ഇനി 2.5 കിലോ ഒന്ന് തന്നെ കൂട്ടിക്കോളി. നാളെ അതിന് തർക്കാക്കണ്ട. ഞാൻ 2.5 കിലോ ഉണ്ടായിന്. ആയി 2 അങ്ങനെ വെച്ചോ. 9 മാസത്തോളം പുറത്തിട്ടില്ലേ? നോക്ക, നീ 2 കിലോന്റെ പഞ്ചാരത്തെ കെട്ടുപിടിച്ചിട്ട് ഒരേ കയ്യിൽ ഒരു 4 നടല്ല, റൗണ്ട് അടിയില്ല. നോക്ക, നിന്നെ കൊണ്ടാന്ന വേണ്ട. ഒരു ഫൊണ്ടാട്, ഒരു ഫൊണ്ട, ഒരു ഇളനീറ് നീ ഒന്ന് കുഞ്ചില് കെട്ടിരുവേ. എന്നിട്ട് ഒരിക്കൽ 2 ദിവസം പള്ളിക്ക് ഒരു റൗണ്ട് അടി നോക്കാം. നീ എന്ത് ചെയ്യല്ലോ? റട്ട നമ്പലാന്ന്, കുഞ്ചി നമ്പല, ആ കാള് ധരിക്കുന്നു, ഈ കാള് തായ്ക്കുന്നു, അങ്ങനെ എല്ലാം കാണുന്നു. അത് ചെല്ലല്ലേ നീ? നിന്റെ ഉമ്മ നിന്നെ 9 മാസമാണ് ചുറ്റി നടന്നത്. ആ സമയത്ത് ഉമ്മ നല്ലത് തിന്നിട്ടില്ല, നല്ലത് മണത്തിട്ടില്ല, നല്ലൊരു സോപ്പ് പോലും ഇട്ടിട്ട് ഞങ്ങളെ ഉമ്മാക്ക് കുളിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാന് പള്ളിയിലുള്ളത് കൊണ്ട് എന്റെ ഉമ്മാക്ക് ആ വാസന പിടിക്കുന്നില്ല, ഛർദി വരുന്ന. എല്ലാരും മൂക്കിന്റെ കൊടിയോളം തിന്നുമ്പോ തലയും കാലും ഇട്ടിട്ട് അങ്ങനെ പിന്നെ വലിച്ചു തിന്നുമ്പോ ഉമ്മൊന്നും തൊട്ടിട്ടില്ല. ഉമ്മ പച്ചമുളക് ഞെരക്കിയിട്ട് അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് തൽക്കാലം അങ്ങനെ ജീവൻ നിലനിർത്തിയതാണ് 9 മാസത്തോളം. അല്ലാഹു ഞങ്ങളെ ഉമ്മ പപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ പപ്പാക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും സന്തോഷവും ഏറ്റിക്കൊടുക്കട്ടെ. അവരെ മടി വരാതെ നോക്കാനുള്ള തൗഫീഖ് അല്ലാഹ് ഞങ്ങൾക്ക് നല്ലോണം തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ബാപ്പ നിങ്ങൾ നോക്കി, ഏത് മനുഷ്യന്മാരും ഞാൻ ഉഷാറാണെന്ന് കാക്കിയേയില്ല. എന്റെ ബാപ്പന്റെ ഇളയം പോലും, എന്റെ സ്വന്തം ഇച്ഛ പോലും, ഞാൻ തന്നെ എന്റെ ഇളയം ഇതൊക്കെ പോണോ, എന്റെ ഇളയന് 3 ഓട്ടോറിക്ഷ വേങ്ങണോ, എന്റെ മൂത്തോന്റെ ആൾക്ക് ഇന്റർലോക്ക് ഇടണോ, എന്റെ പെങ്ങളെ പുരക്ക് കറണ്ട് ബില്ല് കുറച്ചും പേരണോന്ന് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആസന്ന ഉണ്ടാവല്ല. അത്ര വലിയ ആസൊന്നും ഉണ്ടാവേ ഇല്ല. എന്നെക്കാട്ടി കുറച്ച് ഏറെന്റെ പങ്ക് നല്ലേ കറണ്ട് ബില്ല്. ഓക്കെ, ഏളെന്റെ പുരക്ക് ഇന്റർലോക്ക് ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യല്ലോ? ജിറാപ്പിന്റെ കൗത്ത് പോലെ കൗത്ത് നീട്ടിയല്ലോ നോപ്പിച്ചിരിക്കും. അല്ലാണ്ട് ഈ പണിയിൽ എന്താണ്? ചെല്ലല്ലേ നിങ്ങൾ ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ ചെല്ലിട്ടെന്റെ ഇങ്ങനെ ആയില്ല ഞാൻ അല്ലേ? ചെല്ലല്ലേ അമ്മോ? നോക്കാം, ഞങ്ങള് പൊങ്ങ അപ്പുറത്തെ ഓളെ കയ്യില് ഒരു 2 വള യാറെ കാണുന്നു നോക്കട്ടില്ല. ഈ പൊന്നിക്ക് വിലയേറിയപ്പോഴും കണ്ടോ ഒന്ന് മേങ്ങിട്ട് അങ്ങനൊന്നും മേങ്ങാൻ കഴിയാല. സുരിബയിലെ ഹോളിൽ അന്നേ ചെല്ലിക്കൊണ്ടായി പൊന്നി കാണുന്നില്ല, പൊന്നി കാണുന്നില്ല. എന്താ സ്വന്തം ഏളെ മൂത്തോളെ അഞ്ചേനെ എല്ലാരും അങ്ങനെ ചെല്ലുത്ര. ആരെ ഏളിക്കുകയും നമുക്ക് ആക്കാല. ആരും എന്നെക്കാളും മീത്തൊക്കെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കാല. ഒരു സ്റ്റെപ്പ് തായായെങ്കിൽ എനിക്ക് സമാധാനം. എന്റെ കിണറ്റിൽ 4 ഗോള് വെള്ളം ഉണ്ടെങ്കിൽ അപ്പുറത്തും എന്റെ കിണറ്റിൽ 3 ഗോളെങ്കിലും പോകണം. 5 ഗോൾ ഉണ്ട് നായെങ്കിൽ എനിക്ക് ബേജാറാവും. എന്റെ കടിയാറതാണ്. ഇനി ആരും കൊടുത്ത പറ്റും. നിങ്ങൾ അവിടെ 5 ഗോള് വെള്ളം ഉണ്ട്, അല്ലെങ്കിൽ ആ വെള്ളമുണ്ട്, ആ വെള്ളം മണാന്ന്, അത് ഭയങ്കര മണാന്ന് കണ്ട അതിന് മൈനസ് ഇട്ട് കളിക്കും. എന്റെ ഓനത് വെക്കാനാന്നില്ല, ഓന് മക്കളുടെ സമാധാനിക്കാനുള്ള മനസ്സില്ല.
അതേ സമയത്ത് എന്റെ മോന് വല്ല പൈസക്കാരനാവണം, എന്റെ മോന് വല്ല ഉഷാറാവണം, എന്റെ മോന് എല്ലാത്തിലും പ്രഥമനാവണം, ഒന്നാമനാവണം, എന്റെ മോന് ലോകം കാണണോ, എന്റെ മോൻ എല്ലാത്തിലും മേലെയാവണോ എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ആഗ്രഹിച്ച ഒരേ ഒരാൾ അത് ഞങ്ങളെ അപ്പയാണ്. ലേ അയാൾ നടന്നുകൊണ്ട് പോകുമ്പോ പോലും ഞങ്ങളെ കുഞ്ചില് വെച്ചിട്ടാണ് നടന്നുകൊണ്ട് പോയന്. ഉറൂസിന്റെ ഇടക്ക്, ജാത്രന്റെ ഇടക്ക്, വയലിന്റെ ഇടക്ക് എന്നിന് ഞാൻ ഇത്ര കണ്ടെങ്കിൽ മതി. എന്റെ മോ എന്റെ കട്ടി അപ്പുറം കാണണോ, എന്റെ മോ എല്ലാം കാണണോ? അള്ളാഹു ഞങ്ങളെ വാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ, അവരെ ഖബറുള്ള സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കട്ടെ, അവരെയും ഞങ്ങൾ ഈ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ആ മഹാന്മാരോട്, ഇങ്ങനെയുള്ള വലിയ മനുഷ്യന്മാരോട് എങ്ങനെയാ ഞങ്ങളെ കടമകൾ തീരുക? അല്ലേ? അവരെ ബല അറിയണ, അവർ പോണോ അണിച്ചിട്ട് അപ്പറിയും അവർ ഉണ്ടായപ്പോഴുള്ള സമാധാനവും ബർക്കത്തും റാഹത്തും. അവർ ഉണ്ടാകുമ്പോ പരന്റെ ഉള്ളിൽ എന്ത് കീറുകീറലോ, അവർ ഉണ്ടാകുമ്പോ പരന്റെ ഉള്ളിൽ എന്തോ ഒരു വെടിച്ചെടുല്ലോ, അവർ ഉണ്ടാകുമ്പോ പരന്റെ ഉള്ളിൽ സൗണ്ടില്ലോ. വന്നോക്ക് പിടിക്കുന്നേ ഇല്ല. എല്ലാരും അല്ല, അത്ര നക്കാലം ഓനാരും ഉണ്ടായോ? ഒരു കുതിരനെ കൊടന്ന് പിന്നെ എല്ലാം തുടങ്ങി അതിന്റെ ഉള്ളിൽ. നോക്കി നിങ്ങ 3 ഇച്ചന്മാറ്, 4 അഞ്ചന്മാറ്, 2 പെങ്ങ, ഒരു മാപ്പിള മരിച്ചിട്ട് പോയ പെങ്ങ, ഒരു മാപ്പിള അളക്കിയ പെങ്ങ, അങ്ങനെ ടോട്ടൽ 12 ആൾ ഒരു പരന്റെ ഉള്ളിലുണ്ടായി. റാഹത്തിൽ കാൽ നീട്ടി ഉറങ്ങിക്കൊണ്ടായി. ഒരു പെണ്ണ് കിട്ടിയതേ കിട്ടി. പിറ്റൊന്നും തന്നെ ഫ്ലാറ്റിലൊക്കെ പോയി കേൾക്കുമ്പോ ജില്ല എന്താ പറഞ്ഞ സൗകര്യം. ഈ 12 ആളെങ്ങനെ കാൽ നീട്ടി അതിന്റെ ഉള്ളിൽ? സൗകര്യം ഇല്ലാത്തതല്ല, ഊടവിടക്കൈ. ഒരുത്തി വരലോടുകൂടി അവളെ വാക്ക് കേട്ട് നിന്റെ മനസ്സ് കുടുസായി. അപ്പോഴാണ് നിനക്ക് കുടുംബത്തിന്റെ ബല പോയത്. ഉമ്മാനെ തള്ളിയത്, ബാപ്പാനെ അവഗണിച്ചത്, കൂടെ പറപ്പീങ്ങളെ ദൂരത്താക്കിയത് ശരിയല്ല. നിന്റെ ജീവിതത്തിന്റെ ബർക്കത്ത് അവിടെ കുറയും, നിന്റെ ആയുസ് അവിടെ കുറയും, നിന്റെ ദുആക്ക് ഉത്തരമില്ലാതെ പോകും, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തടയും. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കില്ല. കുടുംബക്കാരോട് ചൊടിച്ചവന്റെ ദുആക്ക് ഇജാബത്തില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, പലവട്ടവും നിങ്ങൾ ഈ ചരിത്രം കേട്ടിട്ടുണ്ടാവും. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനാണ്, ലോകോത്തര ഇമാമാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ട് വലിയ മജ്ലിസെല്ലാം മഹാൻ പ്രസംഗിക്കണോ. അങ്ങനെ പ്രസംഗെല്ലാം കഴിഞ്ഞിട്ട്, വഅലെല്ലാം കഴിഞ്ഞിട്ട് തീരാരായ നേരത്ത് ആ മഹാനറത മുമ്പിലിരിക്കുന്ന ജനങ്ങളോട്, ഓഡിയൻസിനോട്, സഭിക്കരോട് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളോ ഞാൻ ദുആരക്കാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ ആമീൻ പറയണേ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയാ, ഞാൻ ദുആരക്കുന്നു, നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ. എല്ലാ കാര്യങ്ങളും അല്ലാഹുവോട് പറയാ. കടങ്ങള്, വിഷമങ്ങള്, ബേജാറുകള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, ദുനിയാവ്, ആഖിറം, ഈമാനോടെയുള്ള മരണ, മക്കള്, കുടുംബം എല്ലാം അല്ലാഹുവോട് തേടാ. പക്ഷേ അങ്ങനെ തേടുമ്പോ നിങ്ങൾ എല്ലാരും ആമീൻ ചൊല്ലണോ. അതിന്റെ ഇടക്ക് ഞാൻ നിങ്ങളോട് അല്ലാഹനെ സത്യമിട്ടിട്ട് ഒരു കാര്യം ചോദിക്കുന്നു. അൻഷുദുക്കും ബില്ലാഹ്. നിങ്ങളിടയില് കുടുംബക്കാരോട് ചൊടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോണോ, അവരുടെ ഔട്ടിലേക്ക് പോണോ. ഫഖ്റുജ് അന്നാ ഫഇന്നാ നുരീദു അൻ നദ്ഉവ റബ്ബനാ. അപ്പുറപ്പുറം മുണ്ടാത്തോർ ആരെങ്കിലും ഉണ്ടാ? ഇളയന്റെ മൂത്തോന്റെ പെങ്ങളി, ആളിയന്റെ മരുമോളലി, മരുമോന്റെ അമ്മായിന്റെ മുണ്ടാത്തോർ ആരെങ്കിലും ഉണ്ടാ? എളാബന്റെ കാക്കാന്റെ മുണ്ടാത്തോർ ആരെങ്കിലും ഉണ്ടാ? ചൊടിച്ചോറുണ്ടാ? ബന്ധമില്ലാത്തവരുണ്ടാ? ഉണ്ടെങ്കിൽ ഫഖ്റുജ് അന്നാ, ഗെറ്റ് ഔട്ട്, പുറത്തു പോയി, ഞാൻ പോണോ പുറത്ത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയാണ്, ഇതേപോലെ ഒരു വയലിന്റെ മജ്ലിസിൽ എന്തിനു പുറത്തു പോകാൻ പറയുന്നേ? ഞങ്ങൾ അല്ലാഹുവോട് ദുആരക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ അല്ലാഹുവോട് ദുആരക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യണമെങ്കിൽ കുടുംബബന്ധം മുറിച്ചവർ, അരിസത്തിൽ കഴിയുന്നവര് ഇവിടെ ഉണ്ടാകരുത്. അവർ ഉള്ള മജ്ലിസിൽ ദുആക്ക് ഇജാബത്തില്ല.
അവരാമീൻ കബൂലല്ല, അവരെ ദുആക്ക് ഉത്തരമില്ല. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. നല്ലോണം ശ്രദ്ധിക്കണം. ഡബളാജി ത്രിവളാജി ഇളയന്റെലും ഉണ്ടാണ്ട് 4 ആണ്ടായി. ഈ കഴിഞ്ഞ അജിന് മുമ്പ് ഇടീ നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് മൗലൂദാക്കിയോ. മൗലൂദും ചെല്ലെങ്കിൽ ജഗ ഭോഗ ഇളയനെ വിളിച്ചിട്ട്. അപ്പൊ ആരോ ഒരാൾ കേട്ട്, ആരല്ല ഉസ്താദ് തന്നെ കേട്ടു തോന്നുന്നു. എല്ലാരും പറഞ്ഞല്ലേ, ആ തങ്ങ ഈ തങ്ങ, ആ കാളി ഈ കാളി, ആ പാർട്ടി ഈ പാർട്ടി, എല്ലാരും പറഞ്ഞല്ലേ. ഇളയനെ മോനെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾ അജ്ജിന് പോന്നല്ലേ, എല്ലാം പൊരുത്തപ്പെട്ടിട്ട് അപ്പുറപ്പുറെല്ലാം ഒപ്പിച്ചിട്ട് സമാക്കിയിട്ടെല്ലാം പോണ്ടേ. ഓന് പൊരുത്തപ്പെടാല, ഓന അള്ള പൊരുത്തപ്പെട്ടവും ഞാൻ പൊരുത്തപ്പെടാല. നീ കുരുത്തം കെട്ടട ബാളാജിയല്ലേ. അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഓൻ പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഓൻ അജ്ജിന് പോന്ന, ഓന് മൈസൂർക്ക് പറ്റി ജാറിയിട്ട് വരാം അല്ലേ. അല്ലേ ഉസ്താദ്, അതല്ല നല്ലേ. ഓൻ അജ്ജിന് പോന്ന, ഓൻ അജ്ജിന് പോന്നു ടൂറാ. അജ്ജ് എന്തോ ഉംറ ടൂറാണോ? ലൈലത്തുൽ ഖദറിന്റെ ബറാത്തിന്റെ രാത്രിന്റെ പരിശുദ്ധമായ രാവുകളിൽ കോടാനക്കോടി മനുഷ്യർക്ക് അല്ലാഹു പൊറുക്കുമ്പോ ഈ രീതിയിലുള്ള ബന്ധം മുറിച്ചവർക്കൊന്നും അല്ലാഹു പൊറുക്കല. അറിയോ? എന്നിട്ട് വലിയ തൊപ്പിയും വെച്ചിട്ടോ ഹത്ത ഓതാകുന്നതിനാണ് നഫീസത്തുൽ മിസ്രിയാക്ക്. ഏളാമ നബീസാന്റെ മുണ്ടാണ്ട് 3 ആണ്ടായി. ഈജിപ്തിൽ മറവട്ട കിടക്കുന്ന നഫീസത്തുൽ മിസ്രിയാക്ക് 3 ഹത്ത ഓതാന്ന് അർച്ചകിനാല. ആ നഫീസത്തുൽ മിസ്രിയ മരിക്കുന്നതിന് പിന്നെ 6000 ഹത്ത ഓതിട്ട് മരിച്ച പെണ്ണുങ്ങ. അതറിയുക. ഇനി നിന്റെ ഹത്തം കിട്ടിയിട്ട് വേണ്ട അവിടെ അള്ളാഹു ദർജ കൊടുക്കാൻ. അവിടേക്ക് എത്ര ഓദ്യങ്ങോ അതിന്റെ ഗുണം നിൽക്കന്നെ, അവർക്കല്ല അല്ലേ. മഹാന്മാർക്ക് ഞമ്മ എന്തെങ്കിലും ചെയ്യുമ്പോ അതിന്റെ ഗുണം ഞമ്മക്കന്നെ, അവർക്കും ഇല്ല എന്നല്ല. അതിന്റെ കാട്ടി ഏറെ നമുക്ക് മുസ്തഫ റസൂലുള്ളാഹിന്റെ മേലെ സലാത്ത് ചെല്ലുമ്പോ അതിന്റെ ഗുണം നമുക്ക്. അല്ലാണ്ട് പടച്ചോനെ നീ നബി തങ്ങളെ മേലെ സലാത്ത് ചെല്ലല്ലാഹ് ചൊല്ലിയിട്ട് നിന്റെ ദുആ കേട്ടിട്ടെന്തോ അല്ലാഹ് സലാത്ത് എന്നല്ല അവിടെ. അതിനല്ലാഹ് കാത്തിട്ടില്ല നിന്നെ. അത് ആര്? അഷ്റഫുൽ വറാ റസൂലുള്ളാഹ്, മുസ്തഫൽ വറാ റസൂലുള്ളാഹ്. പിന്നെ ആ സലാത്ത് കൊണ്ടുള്ള നേട്ടവും ഖൈറും ഗുണവും ലാഭവും എല്ലാം നിനക്കാണ്, എനിക്ക്. അതെല്ലാം നമുക്കാണ്. അതിനെന്താക്കണോ? ആ എല്ലാ ഗുണവും എല്ലാം കിട്ടണമെങ്കിൽ ഞമ്മ ഈ രീതിയിലുള്ള മനസ്സെല്ലാം ക്ലിയർ ആക്കിയിട്ട് ബന്ധങ്ങളെല്ലാം ചന്താക്കിയിട്ട് ചൊടിച്ചവരോടെല്ലാം പിരിസത്തിലായിട്ട് കഴിയും. അല്ലെങ്കിലും മുഅ്മിനായ മനുഷ്യൻ, വിശ്വാസികളായ മനുഷ്യർ, ഏത് മനുഷ്യന്മാരാട്ട്, എളാബന്നാണോന്നില്ല, കാക്കന്നാണോന്നില്ല, അമ്മയ്യനാണോന്നില്ല, മരുമോളനാണോന്നില്ല, അളിയനാണോന്നില്ല, ആരുമാട്ടെ വിശ്വാസിയാണോ, മീനാണോ, മുസ്ലിം ആണോ എങ്കിൽ 3 ദിവസത്തിനേക്കാളേറെ ചൊടിച്ചു നിൽക്കാനേ പാടില്ല. നീ എത്ര ഉണ്ടായി മുണ്ടാതെ, നീ എത്ര ഉണ്ടായി മുണ്ടാതെ. നിന്റെ നെറ്റിയിൽ ഇത്ര വില കല ഉണ്ടായിട്ട് എന്ത് കാര്യം? കല ആർക്കും വരാത്ത ശരിക്കൂർദ്യം ആർക്കും വരുന്ന കല വരുന്നില്ല. എന്റെ ഇയാളുടെ കലയില്ല, എന്ത് ഇയാൾ നിസ്കരിക്കുന്നില്ലേ? കലയല്ല വലുത്. കലക്ക് പവർ ഉണ്ട് ഇല്ല എന്നല്ല, കലക്ക് ബലമുണ്ട് ഇല്ല എന്നല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്തവന് കല ഉണ്ടായിട്ട് എന്ത് കാര്യം? കുടുംബം നേരെയില്ല, ഹക്കടപാടിന്റെ ബോധമില്ല, കടമെങ്ങെങ്കും കൊടുക്കാനില്ല, പള്ളിയുടെ കാര്യങ്ങളായിട്ട് ബന്ധമില്ല, ഒരു മനുഷ്യന്മാരോട് ഒരു ഒരുമപ്പാടില്ല, കുടുംബക്കാരോട് ഒരു വിരിശപ്പാടില്ല. ഓന് കലയല്ല, ഓന്റെ നെറ്റില് പാറ വന്നങ്ങനെ എന്തേന്ന് കലക്കാവില്ല. ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. ചില മനുഷ്യന്മാർ വിചാരിച്ചങ്ങനെ കുറെ നിസ്കരിക്കണോ, കുറെ ഓതണോ, പാപ്പനിലും മുണ്ടില്ലങ്ങും ആവും, ഉമ്മാനിലും മുണ്ടില്ലങ്ങും ആവും, എളാമാന്റിലും മുണ്ടില്ലങ്ങും ആവും. ആരത്? ആരാണ്ടവര്? റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖത്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം വേണോ? ഉമ്മ ബാപ്പ നിന്നെ പൊരുത്തപ്പെടണം. ഉമ്മ ബാപ്പ നിന്നെ സംബന്ധിച്ച പൊരുത്തത്തിലാണോ എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം നിനക്ക് കട്ടിട്ട ബുദ്ധിയാണ്. അതേ സമയത്ത് ഉമ്മ ബാപ്പാക്ക് നിന്നെ കുറിച്ച് മനസ്സിൽ വേദനയുണ്ടോ, ഉമ്മ ബാപ്പാന്റെ കൽബിൽ ബേജാറുണ്ടോ എങ്കിൽ നിനക്ക് അല്ലാഹുവിന്റെ കോപമുണ്ട്, നാശമുണ്ട്. മഹാനായ റസൂലുള്ളാഹി, ഹബീബരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയിൽ വന്നിട്ട് സഹാബികളോട് ഒരു അവസരം പറഞ്ഞു. സഹാബാ, ഞാൻ സ്വർഗം കണ്ടു, സ്വർഗം ഞാൻ അങ്ങനെ ചുറ്റി നടന്നു. ഫസമിഅതു ഫീഹാ തിലാവത്തുൽ ഖുർആൻ.
ഞാൻ സ്വർഗം കണ്ട്, ഞാൻ സ്വർഗം അങ്ങനെ ചുറ്റി നടന്നു. വിശാലമായ മനോഹരമായ വർണ്ണനാതീതമായ കർണാനന്ദകരമായ നയനാനന്ദകരമായ സുഖലോക സ്വർഗം ഇപ്പൊ എന്തും ചെല്ലാൻ കഴിയോ? അത് എങ്ങനെ കേട്ടോ ഒരാൾ ചീല കൊടുക്കാൻ കഴിയോ? സ്വർഗത്തിന് ഒരാൾക്ക് എന്താക്കാൻ കഴിയില്ല. അതിനെ പിന്നെ വിശദീകരിക്കാനോ അതിനൊന്നും പറഞ്ഞിട്ട് ഒന്നും കോലാക്കിയിട്ട് ചെല്ലാൻ ലോകത്താരും കൊണ്ട് സാധ്യം. അതെങ്ങനെ സാധ്യാന്ന് വേണ്ടേ? അതെങ്ങനെ സാധ്യാന്ന്? ആടെയുള്ള പെണ്ണാണ് ഹൂറുലിങ്ങൾ, സ്വർഗത്തിലെ അപ്സരസുകൾ, സ്വർഗത്തിന്റെ സുന്ദരി. അത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്ക് പടക്കപ്പെട്ടവരാണ്. അവരെ ഒരിക്കൽ യാദർശികമായിട്ട് സ്വർഗത്തിലെ ഏതോ ഒരു ഹൂർലിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിനെ ഫുള്ളല്ല, ആ പെണ്ണിന്റെ പല്ല് ജിബ്രീൽ കണ്ടുപോയി. ഞങ്ങളെ പോലെ ഇങ്ങനെ കണ്ണെത്തിന് നോക്കിനല്ല, നടക്കുമ്പോ കണ്ടുപോയി. അങ്ങനെ കണ്ടിട്ടാകുമ്പോ ആര് കണ്ടിനെ? ജിബ്രീൽ ആര്? മനുഷ്യനല്ല. മനുഷ്യന്മാരെ പോലെയുള്ള വികാരങ്ങളോ വിചാരങ്ങളോ ചിന്തകളോ മലക്കിനില്ല. ഇല്ല, മലക്കന് അങ്ങനെ വികാരങ്ങളൊന്നും ഇല്ലല്ലേ. നിങ്ങക്ക് തിരിഞ്ഞിട്ടില്ലേന്ന്? നിങ്ങൾ ഒരു പശ തലല്ലാട്ടി നിങ്ങൾ എന്റെ കൂടെ പോകണോ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലെങ്കിൽ പണിയാവും. അല്ല, സമയമായി, തീരാനായി. എത്ര പേര് നോക്കിയാല എന്തായെങ്കിലും 12, 19, 10:45 അല്ലെ? അല്ല 11:45 അല്ലെ തീരണ്ടേ? 11:45 വയൽ തീരണോ? പിന്നെ ഇതെല്ലാം 12 പിന്നെ ലേട്ടാക്കുന്ന ശരിയല്ല. ഞാൻ ഇത്ര ലേട്ടാക്കിട്ട് പറയുള്ളൂല്ല. ഞാൻ 11 നിർത്തി ഞാൻ പോയി. വേഗം തുടങ്ങും. നമുക്കും പണിയല്ലില്ല. എന്താണ് നമുക്ക് പകലും പണിയുണ്ട്. അല്ലാണ്ട് മനുഷ്യന്മാർക്ക് പണിയില്ല. നമുക്കല്ല ഈ എനിക്ക് നോക്കും പണിയില്ല. അപ്പൊ വേഗം തുടങ്ങിയിട്ട് വേഗം തീർക്കണം. പിന്നെ ഉൾഭാഗമായത് കൊണ്ട് നമുക്ക് ഒപ്പിച്ചിട്ട് പോയി. ഇൻഷാ അല്ലാഹ് അത് സമയമായി. മണി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ആയിക്കൊണ്ട് വന്നു. പിന്നെ ആകെയുള്ള 1 മണിക്കൂർ. അത് ഈ കഴിഞ്ഞ 1 മണിക്കൂറിനെ കട്ടിയതിന് സ്പീഡിലോ ഈ 1 മണിക്കൂർ നോക്കി വേണമെങ്കിൽ കഴിഞ്ഞതിനെക്കാട്ടി ഇനിയുള്ളത് സ്പീഡ്, നെക്സ്റ്റ് അതിനേക്കാളും സ്പീഡ് നിങ്ങൾ വേണം നോക്കിക്കോളി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ജിബ്രീൽ, അയാൾ മലക്കല്ല, അയാൾ മനുഷ്യനല്ല, അയാൾ മലക്കാണ്. അയാൾക്ക് നമ്മളെ പോലെ വികാരം വിചാരം നമുക്ക് അങ്ങനത്തെ ആശയല്ല ഉണ്ടാവും. നമുക്ക് നല്ല മണക്കുന്ന ബിരിയാണി കാണുമ്പോ വിളിച്ചിട്ടും സാറില്ല പോയിട്ട് വെച്ചിറാന്നാവും അല്ലെ? അല്ല അങ്ങനെ ഉണ്ടല്ലോ, എല്ലാരും വിളിച്ചിട്ട് പോകുന്നതല്ല. ഇങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. 2000 ആള് കൂടി 2000 വിളിക്കാതെ വന്നത്. ഹോളുടെ മംഗലായെങ്കിൽ ചെല്ലേ വേണ്ട. എന്തേ ഏതോ ഒരു മംഗളത്തിനോടൊന്നല്ല, ഏതോ അടുത്ത് പന്തലിട്ടിട്ട് ഇങ്ങനെ ബിരിയാണിന്റെ മണെല്ലാം വരുന്നു. അടിയിൽ പോയാലും പോകുന്ന കാണുന്നു പന്തലിന്റെ മീത്താല. അപ്പൊ അവിടെ സൈഡിൽ തന്നെ നടന്നുകൊണ്ട് പോയിക്കൊണ്ട് രണ്ടാള് ഇക്ക് പാളും മജീദും കൂടെ ഇല്ലല്ലേ, കൂടുള്ളവരല്ല. ഇത് ഞാൻ അറിഞ്ഞ ആള്. നാളെ നീ അവന്റെ പേര് കേട്ടിട്ടുണ്ടാ? അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ വേറെ ഏതോ നാട്ടുകാർ അവിടെ പോയി എത്തിയതോ. അങ്ങനെ പോകുമ്പോ കയ്യിൽ പോകുന്നതാണെന്ന് മണം വരുന്നതാണെന്ന് മന്തിന്റെ ബിരിയാണിന്റെ എന്താ. അപ്പൊ ഇക്കുപാളി ചെന്നാലോ മജീദിന്റെ അല്ലേ മണം വരുന്നത് ബീച്ചിട്ട് ഒരു പായിച്ചിട്ട് കാറിൽ തട്ടി എന്താക്കാം. അത് സാരല്ല, നീ ഒരു വിഷയമാക്കി വെയിച്ചോണ്ടിരിക്കുമ്പോ കേട്ടും ടീച്ചറില്ല. ഞാൻ പുതിയാപ്പിട്ടാണ്, ഞാൻ പുതിനാട്ടിന്റെ ആളും ചെന്നാൽ അറിയാലല്ലേ. അങ്ങനെ ഓർ പോയാൽ പൊക്കുളി പിരിയോളം വെയിച്ച് പിന്നെയും മാറ്റിയിട്ടിട്ട് ആരും കേട്ടൂല്ല. നീ അടുത്താള്, നീ ആരെ ഭാഗത്താള്, നീ ഏടുന്ന് വന്ന് ആരും കേട്ടൂല്ല. അതിന്റെ ഇടയ്ക്ക് തന്നെ വരുത്തം ഗടി വിളമ്പുമ്പോ 2 ഇട് ചാറ് ചോറ് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ചങ്ങ ഇടക്കിടക്ക് മണ്ണി ഓന്റെ വകയില് ഞാൻ പുതിയാപ്പിട്ട ആള് വണ്ണക്ക് കിട്ടിയ തിന്നിട്ട് പോകുന്നല്ലാണ്ട് അധിക പ്രശ്നം കാട്ടണം. അതിനിടക്ക് ഈ വന്നത് തന്നെ തെറ്റല്ലേ? അതിനിടക്ക് പുതിയാപ്പിട്ട ആള് കുറെ കുറി ചെല്ലുമ്പോ ഈ വിളമ്പം ഒന്നുമില്ലേ. എന്തോ നീ സപ്ലൈ മോൻ ചെല്ലാനല്ല ഏജങ്ങായ പുതിയാപ്പിട്ട ആളെ പുതിനാട്ടിന്റെ ആളെ തിന്നിട്ട് അണിച്ചിട്ട് പോ. ഇത് മങ്ങാലല്ല, ഇത് എന്റെ ഉപ്പാപ്പാന്റെ ആണ്ട് വേണ്ടിയാ ഇടാവന് തിരിഞ്ഞു. അല്ല വിളിക്കാത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. വിളിക്കാത്ത ക്ഷണം സ്വീകരിക്കരുതല്ലോ. വിളിക്കാതെ കണ്ട് നമ്മൾ പോരുതല്ലോ. പാടില്ല, തെറ്റാണത്, ശരിയല്ല. ഇരിക്കട്ടെ. മഹാനായ ജിബ്രീല് അപ്പൊ നമുക്ക് മണം കേൾക്കുമ്പോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്ക് സുന്ദരന്മാരെ കാണുമ്പോ കൊതികളും വികാരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മലക്കിനതില്ല. അവർ മലായിക്കത്തീങ്ങളാണ്. അവർക്ക് വികാരങ്ങളില്ല, വിചാരങ്ങളൊന്നുമില്ല. അവർ പ്രകാശത്താൽ പടക്കപ്പെട്ട അല്ലാഹുവിന്റെ മുഖറബീങ്ങളാണ്. അങ്ങനെയുള്ള ജിബ്രീൽ, വികാരങ്ങളില്ലാത്ത ജിബ്രീൽ, ഒരു പെണ്ണിനോട് ആശയോ കൊതിയോ തോന്നാത്ത ജിബ്രീൽ, മലക്കായ ജിബ്രീൽ
സുഖലോക സ്വർഗത്തിലെ ഹൂറുലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ പല്ല്. അവളെ സുന്ദരമായ മുഖമല്ല, നല്ല ഒന്നൊന്നര മുടിയല്ല, അവളാ നല്ല സ്റ്റൈലുള്ള ശരീരമല്ല, മറിച്ച് ആ ഒരു പല്ലിന്റെ നിറം മാത്രം. സുഖലോക സ്വർഗത്തിലെ പെണ്ണാകുന്ന ഹൂറുലീങ്ങളിൽപ്പെട്ട ആ ഒരു പെണ്ണിന്റെ മുമ്പല്ലിന്റെ ചന്തം അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഇങ്ങനെ കണ്ടപ്പോ ജിബ്രീല് പോലും അന്തം വിട്ടോ. അതെ, അവളെ മുമ്പല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. ഞമ്മ കണ്ടങ്ങാട്ടി വികാരങ്ങളും വിചാരങ്ങളും ഉള്ള മനുഷ്യരായ ഞങ്ങൾ കണ്ടിനെങ്കിൽ എന്താട്ടി? ഇതൊന്നുമില്ലാത്ത ജിബ്രീല് പോലും കൺട്രോൾ ഇല്ലാതെയായി പോയി എന്നാണ് ഹദീസ്. ഒന്ന് ആലോചിച്ചോക്ക്. അവരാണ് ഹൂറുലീങ്ങൾ. അപ്പൊ സ്വർഗത്തിനെ എങ്ങനെ വർണ്ണിക്കാനോ പറയാനോ ഒരാൾക്ക് സാധ്യമല്ല. സ്വർഗത്തിന്റെ ഒന്നും അതിന്റെ രസം, അതിന്റെ രുചി, അതിന്റെ വണ്ണം, വലിപ്പം, അത് എങ്ങനെ, എന്ത്, എത്ര എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. അയ്യോ, ആര് ഹൂറുലീങ്ങൾ? മൊയിൻകുട്ടി വൈദ്യർ പറഞ്ഞ പോലെ ആണ് ഉണ്ടെന്നും മിഷ്കത്ത് ബാരിക്കൽ വന്നിടി ഹൂറുല്ലി സനവരാം വരീശാനതും വടിവാം ഹുഗമാവിളം വിടലായി അവരന്തിരമേലുള്ള ചന്ദിരനൊക്കതിരോനിലും തെളിവാം ഹൂറുലിങ്ങളെ വർണ്ണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തും ഹദീസും എടുത്തിട്ട് മഹാന്മാർ വിശദീകരിക്കട്ടെ. അങ്ങനെയുള്ള സ്വർഗം ഒരാൾക്കും വർണ്ണിക്കാനോ വിശേഷിപ്പിക്കാനോ കഴിയാത്ത സ്വർഗം മുസ്തഫായ നബി തങ്ങൾ കണ്ടു, ആത്മീയ ലോകത്ത് വെച്ച് കണ്ടു, ഹബീബരായ റസൂലുള്ള കണ്ടു, സ്വർഗം അങ്ങനെ ചുറ്റിക്കണ്ടു. എല്ലാ കണ്ടങ്ങനെ മടങ്ങുമ്പോ വിശാലമായ സ്വർഗലോകത്തിന്റെ ഒരു മൂലയില് ഫസമിഅതു ഫീഹാ തിലാ ഖിറാഅത്തുൽ ഖുർആൻ. ഞാൻ ആ സ്വർഗം ഇങ്ങനെ ചുറ്റിയിട്ട് നടക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഉള്ളിൽ ഞാൻ ഖുർആൻ ഓതുന്ന സൗണ്ട് കേട്ട്. സ്വർഗത്തിന്റെ ഉള്ളിൽ, വള്ളിന്റെ ഉള്ളിലല്ല, സ്വർഗത്തിന്റെ ഉള്ളിൽ ആ സൗണ്ട് കേട്ടപ്പോ ഞാൻ ചോദിച്ചു മലക്കിനോട്, ആരെ സൗണ്ട്? മനോഹരം, വളരെ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, അമേസിംഗ്, വല്ലാത്തൊരു സൗണ്ട്, എന്തോ ഒരു അട്രാക്ഷൻ, ഭയങ്കരമായ ഒരു ഫീലിംഗ്, എന്തോ ഒരു ചെയ്തി, മനോഹരമായ ഖുർആൻ പാരായണം സ്വർഗലോകത്ത്. അങ്ങനെ അവസാനം നോക്കുമ്പോ ആര് ഓതുന്ന്? ആര്? മഹാനായ സാബിത്ത് ഇബ്നു നുഅ്മാൻ. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരനാണ്, ബാല്യക്കാരനാണ്. അയാൾ മരിച്ചിട്ടില്ല, മദീനയിലുണ്ട്. മുസ്തഫായ നബി തങ്ങളെ സഹാബിയാണ്. മദീനത്തെ പള്ളിയിൽ വരലുണ്ട്, പോവലുണ്ട്. അയാൾ മരിച്ചിട്ടില്ല. എന്നിട്ട് പോലും ആ മഹാനുഭാവൻ സുഖലോക സ്വർഗത്തിൽ ഖുർആൻ ഓതുന്നത് മുസ്തഫായ നബി തങ്ങൾ കേട്ടു. മനോഹരമായ ഓത്ത്. ആ നബി തങ്ങൾ ഇത് പറഞ്ഞു വന്നിട്ട് ഇവിടെ സഹാബികളോട്, നിങ്ങളെ ഓത്ത് ഞാൻ സ്വർഗത്തിൽ കേട്ട്. സഹാബികളെല്ലാം അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാഹ്, അയാളെ കാട്ടും വലിയ വലിയ ആൾക്കാരല്ലേ ഇല്ല അവിടെ? ഇല്ലേ നിങ്ങളാണ് യെസ് ഓർ നോ? അല്ല, എനക്ക് ബച്ചിനി, അപ്പൊ എന്റെ ബച്ചള് പോണെങ്കിൽ നിങ്ങളോണം തല ആട്ടണം എന്നെ. നിങ്ങളെ ബോഡി ലാംഗ്വേജ്, എന്റെ എനർജി. ഞാനേ പാടീനിട, എന്നെ കാട്ടിയേറെ നിങ്ങ പാടി എന്താവും? ഇപ്പൊ എന്നെ വാഹൃദാവാനാക്കിട്ട് പോയറാല ഇറ്റുന്ന കാണുന്ന എനിക്ക് ഇറ്റുന്ന കാണുന്ന എന്ത് വേർപ്പല്ല എന്റെ ചോര, വേർപ്പ ഇപ്പോഴാക്കുന്ന. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു മജ്‌ലിസിന്റെ വർക്കത്ത് കൊണ്ട് കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അല്ല, നമുക്കത് ക്ഷീണാന്ന്. ക്ഷീണാകുമ്പോ നിങ്ങളെ സലാത്തും ആമീനും ഇതെല്ലാം കേൾക്കുമ്പോഴാണ് നമുക്കൊരു എനർജി കൂടുന്നത്. അള്ളാഹു മരണം വരെ ഞങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തി തരട്ടെ, ഖൈറായ ആരോഗ്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. കണ്ണടക്കുന്നത് വരെ അള്ളാഹു ഞങ്ങളെ ഒരാൾക്കും പിടിച്ചലാക്കാതിരിക്കട്ടെ, ഒരാൾക്കും അള്ളാഹു ഞങ്ങളെ ഭാരമാക്കാതിരിക്കട്ടെ. അള്ളാഹു അവന്റെ ഇബാദത്തിൽ നിന്നും മുടക്കി കളയുന്ന, മറ്റുള്ളവർക്ക് പിടിച്ചലാക്കി കളയുന്ന ഒരു പ്രയാസമോ ദുഃഖമോ പരീക്ഷണമോ രോഗങ്ങളോ ഒന്നും അള്ളാഹു നമുക്ക് വിധിക്കാതിരിക്കട്ടെ. മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, നിങ്ങളെ ഓത്ത്, സാബിത്ത് ഇബ്നു നുഅ്മാൻ തങ്ങളെ ഓത്ത് ഞാൻ സ്വർഗത്തിൽ കേട്ടു. അപ്പോ എന്തേ കാരണം? ആരാണ് ആ ഒരു മാത്തും, ആ ഒരു വലിയ പദവി, ആ ഒരു വലിയൊരു ദറജ സ്വർഗലോക. അയാൾ ഇപ്പോൾ ഹയാത്തിലുണ്ട്, മരിച്ചിനെങ്കിൽ ചെല്ല, അയാൾ സ്വർഗത്തിൽ പോയിട്ട് അവിടെ അങ്ങനെ ആ വലിയ VIP സീറ്റിലുണ്ട്, അങ്ങനെ ഓത്തുന്നുള്ളത്. അതല്ല, അയാൾ അവിടെ ഹലറുണ്ട്, ബാല്യക്കാരനാണ് അയാൾ അതിന്റെ ഇടയിൽ തന്നെ സ്വർഗത്തിലേക്ക് എത്തിനെ അവിടെ വെച്ച് ഓത്തുന്നുണ്ട്. ഇവിടെ മനുഷ്യന്മാർ പള്ളിന്റെ ഉള്ളിൽ ഇന്നോളം ഒരു പേജ് ചോദിക്കാം.
ഇതെന്തിനു വീങ്ങണ? അപ്പൊ റസൂലുള്ള അയാളെ പറ്റി പറഞ്ഞ എന്തറിയാ? വകാന അബറന്നാസ് ലിഉമ്മിഹി കദാലികൽ ബർറു. അയാൾ ഉമ്മാക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്ത മനുഷ്യനാണ്. അയാളെപ്പോലെ ഉമ്മാനെ പിരിസത്തിൽ നോക്കുന്ന ഒരാൾ, അയാളെപ്പോലെ ഉമ്മാന്റെ കടമ തീർത്ത ഒരാൾ, അയാളെപ്പോലെ ഉമ്മാനെ നോക്കുന്ന ഒരു മോൻ ഈ മദീനയിൽ ഇപ്പില്ല. അതിന് പകരം അല്ല കൊടുത്തതാണ് ആ വലിയ പദവി. അതാണ് ഉമ്മ പാപ്പ. നമുക്ക് സല്ലാൻ തേടാൻ സ്വഭാവം. നിന്റെ താണ്ടുമ്പോൾ ധീരനെ ഇല്ല ചെന്നെ അങ്ങനെ കേൾക്കുമ്പോ അല്ലേ ഉമ്മാട്, നിന്റേത് എപ്പോഴും ധീരനെ ഇല്ല, നിന്റേത് എപ്പോഴും ധീരനെ ഇല്ല എന്ന് കേട്ടതിന്റെ 70 ഉറുപ്പ്യ ഒരു 4 കുളി നോട്ടും ചെയ്യില്ല. നിന്റെ താണ്ടുമ്പോഴും ധീരനെ ഇല്ല. ജാഗ്രതയ്ക്കോ, അവർക്ക് കൊടുക്കുന്ന കാലം ഉണ്ടെങ്കിൽ നിന്റെ പോക്കറ്റ് കാലിയാവല ഇല്ല. അവരെ മുഖം നോക്കല് പോലും നിനക്ക് കൂലിയാണെന്ന് മുസ്തഫായ റസൂലുള്ള. മുസ്തഫായ റസൂലുള്ള മുസ്തഫായ റസൂലുള്ള അല്ലേ. 4-5 കാര്യങ്ങളെ നോക്കല് വെറുതെ നോക്കലും കൂലിയാണ്. നല്ലോണം കൂലിയുള്ള വിഷയമാണ്, നല്ലോണം പ്രതിഫലമുള്ള കാര്യമാണ്, നല്ലോണം അള്ളാന്റെ അടുക്ക കൂലിയുള്ള വിഷയമാണ്. പള്ളിനെ നോക്കല്, ഉമ്മ വപ്പാനെ നോക്കല്, 4 കാര്യത്തെ നോക്കലുകൊണ്ട് നിനക്ക് എല്ലാ നിലക്കുള്ള ബർക്കത്തും ഉണ്ടാവും, എല്ലാ ഖൈറും ഉണ്ടാവും. വെറുതെ നോക്കിയെങ്കിൽ പോലും കൂലി ഉണ്ടാവും. ഏതാണ് ആ 4? മുസാഫിനെ നോക്കല്, പിന്നെ ഉമ്മ വാപ്പാനെ നോക്കല്. അവർക്ക് ചെലവിന് കൊടുത്തെങ്കിൽ അവരെ അതല്ല, വെറുതെ ഉമ്മല്ലേ എന്റെ ഉമ്മല്ലേ ഒന്ന് നോക്കിട്ട് വന്നിരുന്നേ, പള്ളിയല്ലേ മാഷാ അല്ലാ, മുസാഫല്ലേ, ഓതിയെങ്കിൽ കൂലി വേറെ, ഓദിച്ചെങ്കിൽ കൂലി വേറെ. അതല്ല, മുസാഫല്ലേ എന്നാ വലിയ നീയത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കി എന്നാലും കൂലിയുണ്ട്, അതിന് വലിയ കൂലിയുണ്ട്. പിന്നൊന്നാര് പരിശുദ്ധമായ കഅബയെ നോക്കല്. അവിടെ പോയതിന് കൂലി വേറെ, അവിടെ തവാഫിട്ടന് കൂലി വേറെ, അവിടെ നിസ്കരിച്ചതിന് കൂലി വേറെ. അതല്ല, അവിടെ പോയിട്ട് വെറുതെ ആ കഅബനെ ഒന്നിങ്ങനെ നോക്കി, അള്ളാന്റെ കഅബയല്ലേ, ലോകത്തിന്റെ കിബിലയല്ലേ, അതിന് പോലും കൂലിയുണ്ട് ആ നോട്ടത്തിന്. പിന്നൊരു കാര്യം 4-മത്തത് അലിമീങ്ങളെ നോക്കല്. നല്ലവരായ, സ്വാത്വികരായ, നിഷ്കളങ്കരായ, ഉഖ്റവിയായ ആലിമീങ്ങളെ നോക്കല് കൂലിയുള്ള സംഗതിയാണ്. മുസ്തഫായ റസൂലുള്ളാഹി. അതാണ് ഉമ്മ ബാപ്പ. ആലിമീങ്ങൾ എന്നെല്ലാം പറഞ്ഞെങ്കിൽ ആരി വഇന്നഹും ഫീ ഉജൂഹിൽ അർളി وفي وجه الأرض أو في وجوه الأرض أقمار. അവർ ഭൂമിയിലെ പ്രകാശമാണ്, അവരാണ് ഈ ലോകത്തിന്റെ വെളിച്ചം. അവരില്ലെങ്കിൽ ലോകം ഇരുട്ടാൻ, അവരില്ലെങ്കിൽ ഈ ലോകം ഇരുട്ടാൻ, അവരില്ലെങ്കിൽ ഇവിടെ ദീനില്ല, അവരില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈമാനില്ല, അവരില്ലെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് നന്നാവില്ല. ഈ ലോകത്തിന് എല്ലാ നിലക്കുള്ള വെളിച്ചം കാട്ടുന്ന ലൈറ്റുകളാണ് ആലിമീങ്ങള്. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും, എല്ലാ തങ്ങന്മാർ സാദാതീങ്ങൾക്കും, എല്ലാ നേതാക്കൾ പ്രവർത്തകന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ പരലോക ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഞങ്ങളെ ഉസ്താദുമാർക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും ഏറ്റി കൊടുക്കട്ടെ. ഞങ്ങളല്ലാഹു മുഖ്ലിസീകളായ ഉഖ്റവിയായ അലിമീങ്ങളിൽ മുതഅല്ലിമീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ചേർക്കട്ടെ. ഉമ്മ ബാപ്പയോടുള്ള കടമ തീർത്തെങ്കിലും തീരാത്തതാണ്. ഉമ്മാനെ നല്ല നിലക്ക് നോക്കിയത് കൊണ്ട് അല്ലാഹു തആല സഹാബിക്ക് സ്വർഗ്ഗലോകത്ത് ഖുർആൻ ഓതാനുള്ള ആ വലിയ പദവി വരെ അല്ലാഹു എത്തിച്ചു. ഇനി 2-മത്തെ കടമ, ഈ എതികി പെണ്ണുങ്ങ നല്ലോണം കേട്ടോളി, ആണുങ്ങ അവരെ കട്ടിയാറ് കേട്ടോ. ഈ ഉമ്മ ബാപ്പാനെ നോക്കുക എന്നുള്ള കടമയില്ലേ, ഇത് ആണുങ്ങളായ ഞങ്ങൾക്ക് മരണം വരെ കഡ്ഡായമാണ്, നിർബന്ധമാണ്. നീ 1 അല്ല 4 പെണ്ണ് കിട്ടിയെങ്കിൽ മോശമില്ല,
നിനക്ക് 4 അല്ല 40 കിടാക്കായെങ്കിൽ മോശമല്ല. നീ അംബാനിയല്ല, നീ അദാനിയായെങ്കിൽ മോശമില്ല. നിനക്ക് 1ാമത്തെ സ്ഥാനം ഉമ്മ, ബാപ്പ, പിന്നെ അതേഴ്സ്, മറ്റുള്ളൂ. തിരിഞ്ഞ എന്നാ ഞങ്ങളെ പെണ്ണിനെ അങ്ങനല്ല. ഞങ്ങളെ ഉമ്മാക്ക്, ഞങ്ങളെ പെങ്ങക്ക്, ഞങ്ങളെ ഭാര്യക്ക്, ഞങ്ങളെ പെണ്ണുമോൾക്ക് അങ്ങനെയല്ല. മംഗലം കഴിക്കുന്നത് വരെ, ഒരാളുടെ ഭാര്യയായിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത് വരെ, ഏതോ ഒരാളെ ഭാര്യയായിട്ട്, പിന്നെ ഒരു ഭർത്താവിന്റെ ഭാര്യയായിട്ട് ഞങ്ങളെ മോള് പോകുന്നത് വരെ, ഞങ്ങളെ ഓള് വരുന്നത് വരെ, ഞങ്ങളെ ഉമ്മ ബാപ്പാന്റെ ഭാര്യയായതുവരെയാണ് അവർക്ക് 1ാമത്തെ കടമ. ഉമ്മയോട് ബാപ്പയോട് ഒരാളെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തവർക്ക് 1ാമത്തെ കടമ മാപ്പിളയോട്, ഭർത്താവിനോട്, ഉമ്മയോടല്ല, ബാപ്പയോടല്ല. പിന്നെ അവരെ നോക്കാൻ പോണെങ്കിൽ പോലും ഇയാളെ സമ്മതം വേണം. നിങ്ങൾ വിട്ടില്ലെങ്കിൽ ഞാൻ പോന്ന് പറഞ്ഞിട്ട് പോവാൻ കയ്യാ. ആ പോക്കിന് വലിയ മഹത്വം ഇല്ല, പവറില്ല, അള്ളാന്റെ അടുക്ക മഹത്വം ഇല്ല. അങ്ങനെ വിടാതിരിക്കുന്ന തരിമൂക്കില്ലാത്ത മാപ്പിള നീ ആവാനും പാടില്ല. നീ ചിരിക്കണ്ട. ഒരുത്തൻ ചെന്നാണ് അങ്ങനെ ചെല്ലണം ഉസ്താദ്, വിട്ടില്ലെങ്കിൽ ഞാൻ പോന്നെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് പോയിനാ എല്ലാം അത്രല്ല. ഇപ്പത്തോ പോന്നെ എഴുതിട്ട് ഇപ്പത്തോളം വിടണമെന്നൊന്നുമില്ല. ഇപ്പത്തോൾക്ക് മാപ്പിള ഒരു ടൈം പാസ് അത്ര. പണ്ടുള്ളവർക്ക് അങ്ങനല്ല, മാപ്പിളം ചെല്ലുന്ന ഒരു ദൈവതുല്യനാണ്. നമുക്ക് ദൈവമല്ല, ആ ഒരു സങ്കല്പം നമുക്കില്ല. എന്നാലും അത്രക്കും വലിയ ആദരവും. നിങ്ങൾ നോക്കൂ, പണ്ടത്തെ പെണ്ണുങ്ങ ഒരു മാപ്പിളുടെ പേരെല്ലാം ചെല്ലലുണ്ട്. ഇങ്ങനത്തെ എന്തോ അറിയാത്ത പോലെ നന്നാള്ളി കയറാവാൻ കഴിയാ അല്ലേ? പണ്ടത്തെ ഞങ്ങളെ ഉമ്മാമ വലിയമ്മല്ലോ മാപ്പിളുടെ പേര് ചെല്ലലുണ്ട്. അങ്കണവാടിയുടെ ടീച്ചർ വന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വോട്ടർ ലിസ്റ്റിന്റെ ഒരു പേര് ചേർക്കാൻ വന്നെങ്കിൽ, ಆಸ್ಪತ್ರೆಗೆ ಅನ್ನ ಹೋಯ್ ಏನಾಯ್ತಮ್ಮ ಜ್ವರ ಶೀತ ಹೌದಾ ಎಷ್ಟು ಮಕ್ಕಳು 3 ಹೆಸರು ನೌಫಲ್ ರಶೀದ್ ಜಮೀಮು ಮಾಷಾ ಅಲ್ಲಾ ಗಂಡನ ಹೆಸರು ಯಾರ ಗಂಡ ನಿಮ್ ಗಂಡ ಗಂಡನ ಹೆಸರು ಎಂದ ಈ ಮಗ മറന്നിനാ അല്ല ഇത്തരം നേരം ചൊല്ലിക്കൊണ്ടുണ്ടായ ഉമ്മക്കെന്ത് ഇപ്പൊ നാവ് മറിയുന്നില്ലേ മറന്നതല്ല നാവ് മറിയാത്തതല്ല എല്ലാം മണിമണിയായിട്ട് ചൊല്ലിക്കൊണ്ടുണ്ടായ ഉമ്മ എല്ലാരും പേരും സ്പെല്ലിംഗ് തെറ്റാതെ ചൊല്ലിയ ഉമ്മ ഞങ്ങളെ പഴയ ഉമ്മ മാപ്പിളുടെ പേരെ കുമ്പചൊന്നില്ല കിടാവിനോട് പറഞ്ഞു അല്ലെങ്കിൽ അടുത്തുള്ളവനോട് പറഞ്ഞു അപ്പാന്റെ പേര് ചൊല്ലു കുഞ്ഞ് ഉപ്പാപ്പാന്റെ പേര് ചൊല്ലുമ്മ എന്തേത് ഞാൻ അയാളെ പേര് ചൊല്ലുന്നു ശരിയല്ല അയാളെന്റെ ജീവിതല്ലേ അയാളെന്റെ ജീവനല്ലേ അല്ലേ എന്നെ 10, 18, 20 വയസ്സ് വരെ എന്റെ ഉമ്മ പാപ്പ നോക്കി ഇപ്പൊ എനിക്ക് 73 ആണ്ടായി ഈ 50 കൊല്ലത്തോളം എന്നെ വെയിൽ കൊള്ളാതെ തണൽ കൊള്ളാതെ ചൂട് കൊള്ളാതെ പട്ടിണിയാവാതെ വിശക്കാതെ ദാഹിക്കാതെ എന്നെ നോക്കിയതും നോക്കുന്നതും അയാൾ എനിക്ക് മക്കളെ തന്നത് അയാൾ എന്റെ എല്ലാമാണ് ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു സങ്കല്പം ഈ ഒരു വീക്ഷണ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാ ഇല്ല ഇനി പിന്നെ അങ്ങനെ പോകണം നീ ആഗ്രഹിച്ചിട്ടും ഗുണമില്ല ആളിയാ ഇങ്ങോട്ടോക്ക് ബ്രോ ഇങ്ങോട്ടോക്ക് എന്റെ ഓള് എന്റെ പേര് ചെല്ലാൻ കയ്യാ നീ ഇപ്പൊ അങ്ങനെ കൊതിച്ചിട്ടും കാര്യമില്ല എന്തേ നീ അങ്ങത്തെ കന്നാലി എന്നെ ചേർന്നതിലേക്കേ ചേരൂ അതങ്ങനെ കിട്ടേണ്ടവരിലേക്കേ കിട്ടൂ ചില മാപ്പിളമാരുണ്ട് ഉസ്താദേ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അങ്ങനെ ചിലവര് കേൾക്കണമെങ്കിൽ നീയും കുറച്ച് അങ്ങും കേട്ടോ അവ 50% കേൾക്കുമ്പോൾ നീ ഒരു 10% ഇങ്ങും കേൾക്കും അവൻ നിന്നോട് 90% ബിരിസം കാട്ടുന്നില്ല നീ ഒരു 10% അങ്ങും കാട്ടണം നീ എപ്പോൾ ഈ തണ്ണിൽ വീണ കാട്ടിലെ പോലെ ഇങ്ങനെ വീങ്ങിട്ട് വന്നെങ്ങനെ ഇടീ നാട്ടുകാരെല്ലാം ഭയങ്കര ചന്തത്തിലോ എപ്പോ നോക്കിയോ മുണ്ടിക്കൊണ്ടും വിഷയായിക്കൊണ്ടും ഹായ് ഇടാത്ത ഒരാളില്ല ഹൂയി ചെല്ലാത്ത ഒരു പെണ്ണില്ല എല്ലാവരിലും ഭയങ്കര ഹാപ്പി ആ ചെല്ലും ഫരടെത്തുമ്പോ ബന്ധിട്ട് വന്നു എന്താ അവിടെ കെത്തുമാണേ ചിരിക്കണ്ട നിങ്ങൾ എന്താ അവിടെ കെത്തുമാണേ നിങ്ങൾ നാട്ടുകാരിലെല്ലാം ചിരിച്ചില്ലേ നാട്ടുകാരിലെല്ലാരും നിങ്ങൾ മുണ്ടിയില്ലേ ഏറ്റവും നല്ല ബിരിസപ്പാട് കാട്ടിയില്ലേ എന്റെ കൂടെ കത്തുമ്പോ എന്താ ഈ ചോറല്ല റാഹത്താ ബച്ചിയാന്നല്ലേ എന്ത് നിന്റെ വായിന്ന് വരാഞ്ഞ നിന്റെ വായിന്നെങ്ങാനും അത് വന്നില്ലെങ്കിൽ അവൾക്ക് ഈ ലോകത്ത് വേറെന്തെങ്കിലും വേണം സമാധാനിക്കാൻ ഇത് ഉടുപിടിച്ചോ വന്നിട്ട് കേറിയ പാട് കേട്ട് നീ എന്തോടെ മല മറിക്കുന്നയാ ചിരിക്കാൻ പറയുന്നതല്ല ഈ സ്റ്റൈലിൽ ചെല്ലിങ്ങി നിനക്ക് തിരിയോ അത്ര
ആരത്? ഞങ്ങളെ ഭാര്യ എന്ന് പറഞ്ഞെങ്കിൽ വെപ്പാട്ടിയല്ല, പണിക്കാർത്തിയല്ല, പടുവത്തിയല്ല, ഞങ്ങളെ ജോലിക്കാരിയല്ല. ഹബീബരായ റസൂലുള്ള പറഞ്ഞു, അവരെ ബഹുമാനിക്കാത്തവൻ, അവരോട് വിരിശം കാട്ടാത്തവൻ മുഅ്മിനല്ല. ഇല്ലാ ലഈൻ. അവരെ നല്ല നിലക്ക് ബഹുമാനിക്കാത്തവൻ, അവരോട് നല്ല നിലക്ക് പെരുമാറാത്തവൻ ശപിക്കപ്പെട്ടവനാണ്, ലാനത്താകപ്പെട്ടവനാണ്, ഇബ്ലീസിന്റെ പിന്മുറക്കാരനാണ്. നല്ലോണം കേട്ടോ, ഞങ്ങ അങ്ങോട്ട് നന്നാവണോ? എന്നാ എനിക്ക് കേട്ടോ പെണ്ണുങ്ങളെ, അവരെക്കാളേറെ നിങ്ങ ഇങ്ങോട്ട് വിരുസം കൂട്ടണോ? നിങ്ങ ഇങ്ങോട്ട് നല്ലോണം അക്കടപാട് വീട്ടണോ? ഏതുവരെ അറിയുമോ? ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളയോട് ചോദിച്ചു, നബിയേ, എനക്ക് എന്റെ കുടുംബത്തിലെ ഒരു ചെക്കനെ ആവും പോകുന്നതിന് സെറ്റായിന്, കുടുംബക്കാരെ കാക്കകാരണവന്മാർ, വേണ്ടപ്പെട്ടവർ, ഹിരിയന്മാർ, വലിയവർ മുണ്ടിയിട്ടും വിഷയാക്കിയിട്ടും എല്ലാം ഏകദേശം സെറ്റിൽമെന്റ് ആയിന് നബിയേ. എനക്കും ബോധിച്ചിന് നബിയേ, അയാൾക്കും ആവുന്നായിന് നബിയേ. രണ്ടു കൂട്ടർക്കും നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് നബിയേ. ഞാനിപ്പോ വന്നത് അത് പറയാനല്ല. ഒരു വേള ഞാൻ അയാളെ ഭാര്യയായിട്ട് അയാളടുത്തേക്ക് പോയെങ്കിൽ, അയാൾ എന്റെ മാപ്പിളയായിട്ട് വന്നെങ്കിൽ, ഞാൻ അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ എന്ത് നബിയേ? അയാളോടുള്ള എന്റെ ബാധ്യതകൾ ഏത് നബിയേ? ഒന്ന് പറഞ്ഞു തരാവാ? മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ കേക്കി, എല്ലാരും കേൾക്കണമെന്നില്ല. മംഗലെല്ലായിട്ട് കുറെ ഉസ്താദിനെ പുറത്തിറങ്ങി കേൾക്കണല്ലേ? മംഗലായിട്ടാലോ മുമ്പോട്ട് നമ്മളെ സദൃശ ചൊല്ലി മാഷാ അല്ലാഹ്, പുതിയ അപ്പോൾ അള്ളാഹു നല്ല നിലക്ക് കഴിച്ചു കൂട്ടാനും നല്ല ഹൈറായ ജീവിതം നയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ദാമ്പത്യ വല്ലരിയിൽ അള്ളാഹു സ്വാലിഹീങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഞങ്ങളെ പുരയിലുള്ള പെണ്ണുങ്ങൾ, പെങ്ങന്മാർ, പെണ്ണുമക്കൾ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ കെട്ടിച്ചു പോയ പെണ്ണുമക്കൾ, പെങ്ങന്മാർ, അവരുടെ ജീവിതത്തിലൊക്കെയും അള്ളാഹു സന്തോഷം നൽകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മഹാന്മാരും മശായിഖുമാരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. ഉസ്താദ് പിന്നെ വേല കേൾക്കണമെന്നില്ല, കേൾക്കണം. കടപ്പുറത്തേക്ക് അതിന് പോയി കൊണ്ടോ? എനിക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടേ ഇനി അങ്ങനെ മതി ഇരിക്കണ്ടേ എനിക്ക്. ഞാൻ ആയത്ര, എന്റെ ഭാഷ ഇതല്ലല്ലോ, ഞാൻ കുറച്ച് സ്ട്രോങ് തന്നെയാണ്. ഞാൻ ആയത്ര ലൈറ്റ് ആക്കിയത് തന്നെ അറിയോ? എന്നോട് നേരത്തെ ഷിയാബ് സാഹിബ് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളെ ലാംഗ്വേജ് മലയാളം പിന്നെ കുറച്ച് നക്ക് നിൽക്കാറൊക്കെ ഉണ്ട്, കുറച്ച് ലൈറ്റ് എല്ലാം ആക്കിയിട്ട് ഒപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ തിരിഞ്ഞിട്ട് ഇപ്പോഴും തിരിഞ്ഞല് പിന്നെ ഞാൻ എന്റെ സ്റ്റൈലിലൊക്കെ തന്നെ പോന്നു. എന്നാ പിന്നെ അങ്ങനെ ആവാലോ. ഇരിക്കട്ടെ. മുസ്തഫായ നബിയോട് മറ്റു കേട്ട്, നബിയെ, അപ്പൊ എന്റെ പുതിയ അപ്ലൈറ്റ് വരുന്ന മനുഷ്യനോട് ഞാൻ എങ്ങനെ നബിയെ എന്റെ ബാധ്യത തീർക്കേണ്ടത്? അയാളോട് എനിക്കുള്ള കടമ എന്ത്? അയാളോട് ഞാൻ ചെയ്തു തീർക്കേണ്ട ബന്ധങ്ങൾ, ഹക്കടപാടുകൾ എന്ത് എന്ന് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി പെങ്ങള് കേട്ടോ, ഉമ്മ കേട്ടോ, നല്ലോണം കേട്ടോ, പ്രിയപ്പെട്ടവൾ കേട്ടോ. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, മോളെ, നിന്റെ ഭർത്താവായിട്ട് വരുന്ന മാപ്പിളന്റെ മൂക്കട്ടെ നിനക്ക് പിരിസം കൂടിയിട്ട് നീ നിന്റെ നാവില് തോർത്തിട്ടെടുത്ത് തന്നെ വെച്ചോ. മാപ്പിളുടെ മൂക്കെന്ന് വന്നെങ്കിൽ അവൻ തോർത്തിട്ടെടുത്തോളൂ, നീ അതിന് ആള് പോകണമെന്നില്ല. ഇൻ കേസ് ഒരു വേള സപ്പോസ് മസലൻ തഖ്ദീറൻ നീ പിരിച്ചുള്ളവല്ലേ, നിന്റെ ജീവന്റെ കനിയല്ലേ എന്ന് പറഞ്ഞിട്ട് നീ എന്താക്കി, മൂക്കട്ട കയ്യിലെടുത്തിന് മതിയായിട്ട് ഒരു ടവല് പിടിച്ചിട്ട, ഇല പിടിച്ചിട്ട, കടലാസ് പിടിച്ചിട്ട നീ പിരിസം തുമ്പി തുളുക്കിയിട്ട് നാവിലെ നക്കിട്ടെടുത്ത, അല്ല പിരിസം കൂടിയ മനുഷ്യൻ എന്തോ പിരിസം ചെല്ലെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചില്ല കാണുന്നത്? എത്ര ആൾ തൂങ്ങിരിക്കാവുന്നോ? എന്തിനീ സംഘത്തിൽ ലവ് പൊട്ടിയത് എന്തേ? അതങ്ങനെ പിരിസം കൂടിയാ പിന്നെ മനുഷ്യൻ എന്തോ ആക്കൂ. ഒരിക്കൽ ബോംബെയില് പിന്നെ ഒരു ഫ്ലാറ്റില് നമ്മളെ മെഗാസ്റ്റാർ, നമ്മളെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കലാകാരനായ മമ്മൂട്ടി സാർ, അയാളെ റളിയല്ലാഹു ചെല്ലണ്ട, അല്ല അയാൾ പോയി. അപ്പൊ അയാളെ ഫാന് കുറെ ഉണ്ടായിരുന്നു, ഫാൻസ്. അതിൽ ഒരാൾ ഭയങ്കര ഇയാള് ഭയങ്കര തലയിലേറ്റുന്നു. അതങ്ങനെയാണല്ലോ, ഓരോരുത്തരോട് ഭയങ്കര ഹുബ്ബുസ്ന. ഇപ്പൊ IPL മാച്ച് കീച്ചെല്ലാം കാണുമ്പോ കാണുന്നില്ലേ, ഇല്ലേ സഞ്ജു എത്ര അടിച്ചെന്ന് ഇപ്പൊ ഓരോരുത്തർ ആകെ മുട്ടിയിട്ടുണ്ട്, അങ്ങനെ നോക്കുന്നേറ്റ് ആകെ എന്തെല്ലാം ആയിട്ടുണ്ട്. ഇപ്പൊ ഇരിക്കട്ടത് വിട്. അപ്പൊ ആടെ ഈ താഴെ ഫ്ലാറ്റിൽ റൂമിൽ ഈ ചങ്ങായി വന്നിന്, മെഗാസ്റ്റാർ വന്നിന് എന്നറിഞ്ഞിട്ടാകുമ്പോ 4ാമത്തെ ഫ്ലാറ്റിലുണ്ടായി ഈ ചങ്ങായി. ആ ചങ്ങായിക്ക് എങ്ങനെങ്കിലും, കാരണം പണ്ടേ ഉണ്ട് ഓനൊന്ന് കാണണോ, ത്രൂ ഫേസ് ടു ഫേസ്, മുക്കാമുക്കി കാണണമെന്ന് ആഗ്രഹിക്കുന്ന കഴിഞ്ഞിട്ട വലിയ ആളല്ലേ. താഴെ ഫ്ലാറ്റില്
ലിഫ്റ്റിലേക്ക് ഞങ്ങൾ റൂമിൽ അടക്കണ്ടേ എങ്ങാണെങ്കിലും ഒന്ന് കാണുന്നതിന് തീരുമാനിച്ചു. ഓൻ ആ വിഷയം കിട്ടിയിട്ടാകുമ്പോ നോക്കുമ്പോ എന്താ സംഗതി, ഭയങ്കര സെക്യൂരിറ്റി ടൈറ്റ്. കാരണം ആള് വലിയ ആളല്ലേ, മെഗാസ്റ്റാർ ആണ്, വലിയ കലാകാരനാണ്. അപ്പൊ പിന്നെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ബൈലെന്ത് വിടുന്നില്ല, അവർക്ക് വേറെ ഇതാക്കി. ഈ ചങ്ങായി ആകെ ആൾക്കുത്തായി. ഇതറിഞ്ഞിട്ടാകുമ്പോ ചങ്ങായിന്റെ ഹാർട്ട് താതക്കും കിഡ്നി മീത്തക്കുമായി. ചങ്ങായി എന്താക്കിയേ ഓനെ കാണും ചെല്ലിട്ട് 4ാമത്തെ ഫ്ലാറ്റിൽ നിന്ന് ഒരൊറ്റ തുള്ളുള്ളതാക്കി ഓന്റെ റൂമിന്റെ മുന്നേ. അല്ല സത്തം എന്ത് സംഗതി, എന്ത് പിരിസം കൂടിയത്. അങ്ങനെ പിരിസം കൂടി എന്താവും? ഈ റസൂലുള്ള പറഞ്ഞ അങ്ങനെ ഇത് ഉദാഹരണമാണ്, അല്ലാണ്ട് മൂക്കട്ട നക്കിന്റെ കൂടൊന്നല്ല വാപ്പിളുടെ എന്താ ഓന്റെ കയ്യത പൊളിഞ്ഞ അല്ല. ഒരു വേള അങ്ങനെ പിരിസം കൂടിച്ചാകുമ്പോ മനുഷ്യൻ എന്തും ആക്കുമല്ലോ, അത് തെറ്റല്ലല്ലോ. പിരിസം കൂടിയ മനുഷ്യൻ എന്തു ചെയ്യോ അത് തെറ്റല്ല, അത് തെറ്റേ അല്ല. പിരിസത്തിന് രേഖ അതിര് പറഞ്ഞിട്ടേ ഇല്ല. ഒരാളോടുള്ള മഹബത്ത് നമുക്ക് എങ്ങനെയും പ്രകടിപ്പിക്കും അനുവദനീയമായ രീതി. ഭാര്യയോടാണെങ്കിൽ പിന്നെ പറയേ വേണം, ഇരിക്കട്ടെ. അപ്പൊ റസൂലുള്ള പറഞ്ഞു അവനോടുള്ള പിരിസം കൂടിയിട്ട് നീ അവന്റെ മൂക്കിന്ന് വരുന്ന മൂക്കട്ടനെ നിന്റെ നാവ് കൊണ്ട് തുടച്ചെടുത്തു എന്ന് വെച്ചോ പെണ്ണെ, എന്നാൽ പോലും നിന്റെ ഭർത്താവിനോടുള്ള കടമ നീ തീർത്തവളാവേ. മുസ്തഫായ റസൂൽ. പിന്നെ എങ്ങനെ അവൻ ആക്ഷേപിക്കും? പിന്നെ എങ്ങനെ അവന്റെ കുന്തുകുറത്ത് ചെല്ലിയിട്ട് നാട്ടുകാരോട് അയൽവാസികളോട് അപ്പുറത്തെ പരക്കാരോട് പറഞ്ഞു നടക്കും? പിന്നെ അങ്ങനെ എപ്പോഴും ഓൻ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ തൊട്ടനും പിടിച്ചനും ഓൻ ഇങ്ങനെ കുറ്റപ്പെടുത്തും. പിന്നെ അങ്ങനെ ഓൻ ചെല്ലിട്ട് ഓനോട് കേൾക്കാതെ ഓന്റെ സമ്മതമില്ലാതെ നീ ഇങ്ങനെ പുറത്തിറങ്ങും പാടില്ല, ശരിയല്ല. ഹബീബരായ റസൂലുള്ളാഹി, ഞാൻ നിർത്തുകയാണ്, മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി, ഒരു മനുഷ്യൻ പറഞ്ഞു, നബിയേ നിങ്ങൾ നബിയാണോ, നിങ്ങൾ റസൂലാണോ? എനിക്ക് വിശ്വസിക്കണം നബിയേ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? അതാ കാണുന്ന മരമില്ലേ, ആ മരത്തിനെ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോ ആ മരം ഇടക്ക് വന്നെങ്കില് ഞാൻ നിങ്ങൾ റസൂലാണെന്ന് വിശ്വസിക്ക. ആ മരം നിങ്ങൾ വിളിക്കുമ്പോഴേക്ക് വരണം. ആ ഒരു മുഅ്ജിസത്ത് അത്ഭുതം കാണിക്കണോ ഒരു മനുഷ്യൻ പറ്റും. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓക്കെ ഞാൻ വിളിച്ചങ്ങ് വരും, എന്ത് സംശയമില്ല. ഞാൻ എന്നെ വിളിക്കണമെന്നില്ല, എന്റെ സമ്മതത്തോടു കൂടി നീ വിളിച്ചെങ്ങും വരും. വള്ളി നീ വിളിച്ചങ്ങല്ല, എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഞാൻ വേല ചെല്ലിങ്ങും മതി. ഇനിയിപ്പോ ഞാൻ നിപ്പിച്ചിട്ട് ഞാൻ ചെല്ലിട്ട് ഉസ്താദ് ബാക്കിന് പൂർത്തിയാക്കുന്നങ്ങും ആവും. അല്ലാണ്ട് ഞാൻ ചെല്ലാണ്ട് അപ്പുറത്ത് മൈക്ക് കുടിച്ചിട്ട് ബഹുമാനികളെ ബന്ധുക്കളെ എന്താവും? ശരിയല്ലേ? ഞാൻ എന്നെ വിളിച്ചങ്ങ് മരം പറഞ്ഞൊന്നില്ല. റസൂലുള്ളാഹി വിളിച്ചിട്ട് ഏതാ വരാത്ത? വൽവഹ്ശു വല്ലശ്ജാറു ഖസജദത് ലഹു വഅലൈഹി ഖസല്ലംനാ ബഅദ തശഹൂദി മൗലായ. വള്ളയില്ലേ ഓർക്കച്ചല്ലേ? മൗലായ സ്വല്ലി വസല്ലം ദായിമൻ അബദാ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മരങ്ങൾ വന്നിരുന്നു, മൃഗങ്ങൾ വന്നിരുന്നു, കല്ലുകൾ സലാം പറഞ്ഞിരുന്നു. മുസ്തഫായ നബി തങ്ങളുടെ മുഅ്ജിസത്താണത്. സ്വഹീഹായ ഹദീസാണ് ഇത്, സ്വഹീഹായ പ്രമാണമാണ്. അത് മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത സ്പെഷ്യലായിട്ടുള്ള ഒരു കഴിവാണ്. അവർ വിളിച്ചാ എന്തും വരാം, അവർ പറഞ്ഞാ എന്തും അനുസരിക്കും. അവർ വലിയവരാണല്ലോ. വൻഷക്കൽ ഖമർ, മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞ നേരം, കൈ ചൂണ്ടിയ നേരം ആകാശ ലോകത്തുള്ള വാനലോകത്തുള്ള ചന്ദ്രന് പോലും പിളർന്നു. രണ്ട് ദിശയിലേക്ക് അതങ്ങനെ ചലിച്ചുപോയി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇയാളോട്, ആ മരം ഞാൻ വിളിച്ചാലും വരും, ഞാൻ എന്നെ വിളിക്കണമെന്നില്ല. ഇപ്പോ ഞാൻ നിന്നോട് പറയുന്നു, നീ പോയിട്ട് വിളിക്ക്, ഞാൻ വരാൻ പറഞ്ഞെന്ന് പറയ്, എന്നാലും അത് വരുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ ആ സഹോദരൻ ചെല്ലുന്നു, മരത്തോട് പറയുന്നു, മരമേ നിന്നെ റസൂലുള്ള വിളിക്കുന്നു.
എന്ന് പറയേണ്ട താമസ. ചാഞ്ഞും ചരിഞ്ഞും ആടിയും ഉലഞ്ഞും അതതാ വേരോടുകൂടി ആ മരം ഉടലോടുകൂടി തണ്ടോടുകൂടി തടിയോടുകൂടി റസൂലുള്ളാഹിന്റെ അരികിലേക്ക് നീങ്ങുന്നു. മണ്ണും പൊടിയും ഭൂമിയും കീറിമുറിച്ച് മരമങ്ങനെ വരികയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ഇത് കണ്ടപ്പോ അത്ഭുതമല്ലേ, ആശ്ചര്യജനകമല്ലേ? ഇത് അത്ഭുതമല്ലെങ്കിൽ പിന്നെ ഏതാണ് അത്ഭുതം? ഈ വിളിച്ചപ്പോ വരാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ വിളിക്കപ്പെട്ട മനുഷ്യൻ ഭയങ്കരമല്ല, ഈ വിളിച്ച മനുഷ്യൻ ഭയങ്കരനല്ല. ഇയാള് പ്രവാചകൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് പ്രവാചകൻ? ഇയാള് റസൂൽ അല്ലെങ്കിൽ പിന്നെ ആരാണ് റസൂൽ? ഇത് മനസ്സിലാക്കിയ ആ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലാഹു ഒരുവനാണെന്നും നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഉറപ്പിക്കുന്നു. നബിയേ, അയാള് മുസ്ലിം. അയാള് പറയും, നിങ്ങ ഇതല്ല വിഷയം. ഇനിയാണ് ട്വിസ്റ്റ്. ഇനി ഉമ്മ കേൾക്കണോ, പെങ്ങളും കേൾക്കണോ, നിങ്ങളും കേൾക്കണോ? ഇതല്ല വിഷയം. ഇത് കണ്ടപ്പോ, ഈ അത്ഭുതം കണ്ടപ്പോ ഈ സഹാബി ആകെ അത്ഭുതം തന്നെയല്ലേ. നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോ ഇങ്ങനെ കൈ കാട്ടിയിട്ട് ഈ ബോക്സിന്റെ സെറ്റിൽ ഞാൻ പറയുന്നു ഇങ്ങ് വാ. അതിങ്ങനെ മെല്ലെ ഉദ്ധത്തിൽ ഇപ്പുറം വന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇന്ന് പോകാൻ വിടുവാ? ഞാൻ മരിക്കുന്ന മുന്നേ എനിക്ക് നിങ്ങൾ കബർത്തോണ്ടല്ലേ? അത്ഭുതം തന്നെയല്ലേ. ഇതല്ലെങ്കിൽ ഇത് ഏതാണെങ്കിൽ ഏത് അത്ഭുതം? ഇതാ ഈ സഹാബി പറഞ്ഞു, നബിയെ. ഈ സഹാബിയായ മനുഷ്യൻ മുസ്ലിമായ ഉടനെ നബിയോട് പറഞ്ഞു പറഞ്ഞ, നബിയെ അസ്ജുദു ലക, നബിയെ ഞാൻ നിങ്ങൾക്കൊരു സുജൂദ് ഇടുന്നു നബി. നിങ്ങളെ മുമ്പിൽ ഞാനൊന്ന് തല കുണിക്കട്ടെ നബിയെ, നിങ്ങളെ മുമ്പിൽ ഞാനൊരു സുജൂദ് ഇടട്ടെ നബിയെ, നിങ്ങളെ മുമ്പിൽ ഞാനൊന്ന് ഷട്ടാംഗം നമിക്കട്ടെ നബിയെ എന്ന് പറഞ്ഞ നേരം മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, പറ്റില്ല, എന്റെ മുമ്പിൽ സുജൂദ് ഇടണ്ട. കാരണം ലൗ കുന്തു ആമുറൻ യസ്ജുദ ലിഅഹദിൻ ലാ അമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. അതേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ഇടാൻ അനുവദിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ഇടണോ എന്നല്ല പറയട്ടിയായിന്. ഭാര്യ മാപ്പിളന്റെ മുമ്പില് ദിവസത്തിൽ ഒരു വട്ടോ അല്ലെങ്കിൽ 2 വട്ടോ അല്ലെങ്കിൽ 5 വട്ടോ അല്ലെങ്കിൽ 10 വട്ടോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് പിന്നെ അല്ലെങ്കിൽ എണീക്കുന്നതിന് പിന്നെ മാപ്പിളന്റെ മുമ്പിൽ 4 വട്ടം സുജൂദ് ഇടണമെന്നോ 3 വട്ടം ഇടണമെന്നോ അല്ല പറയട്ടിയായിന്. പക്ഷെ അല്ല അതുപോലും പറഞ്ഞിട്ടില്ല. പിന്നെ നീ എനക്ക് അങ്ങനെ സുജൂദ് ഇടുന്ന? സുജൂദിടാൻ, സുജൂദിടപ്പെടാൻ, സാഷ്ടാംഗം നമിക്കപ്പെടാൻ ഒരു മനുഷ്യന്റെ മുമ്പില്, ഒരു സൃഷ്ടിയുടെ മുമ്പില് തലകുണിക്കപ്പെടാൻ അള്ളാഹു അനുവദിക്കുമായിരുന്നുവെങ്കിൽ അത് ഭാര്യയോടല്ല പറയട്ടിയ അതിനെ മാപ്പിളക്ക് സുജൂദിടാന് അതുപോലും അല്ല അനുവദിച്ചിട്ടില്ല, അതുപോലും അല്ല സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് നീ എനിക്ക് സുജൂദ് ഇടണ്ട. സുജൂദ് ഇല്ലാലില്ല, അല്ലാഹ്ക്ക് മാത്രമാണ്. ഹബീബുൽ വറാ റസൂലുള്ളാഹി. നോക്കൂ, നിങ്ങ ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ഇടേണ്ടി വരികയാണ്. അതിന്റെ അർത്ഥം എന്ത്? ദൈവതുല്യനാണ്, ആരാധ്യനാണ്. നമുക്ക് ആ ഒരു സങ്കല്പില്ലാത്തത് കൊണ്ട് കണക്കിലേറെ ആദരിക്കപ്പെടേണ്ടയാളാണ്, ആരാധിക്കപ്പെടേണ്ട ആളല്ല. നമുക്കതില്ലല്ലേ. ഞങ്ങിപ്പോ ഉമ്മ ദൈവം, മറ്റു ദൈവം, കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കം പാമ്പ് വരെ ഞമ്മ ദൈവാക്കുന്നില്ല. അല്ലാഹു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ആരാധ്യനായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ആദരണീയരായിട്ട് എത്രയും കാണും. ആദരവാണ് ഏറ്റവും വലുത്. ആരാധ്യൻ എന്നത് നമ്മളില്ല, അത് അല്ലാഹു മാത്രം. സുജൂദ് അല്ലാഹ്ക്ക് മാത്രം. മക്കാമിന്റെ അവിടെയും പോയിട്ട് സുജൂദ് ഇടാൻ കഴിയും. അല്ല ഉസ്താദേ, അപ്പൊ ആദം നബിക്ക് മലായിക്കത്ത് സുജൂദ് ഇട്ടല്ലേ? ഇട്ടല്ലേ? എന്തേ
അല്ല അല്ലാക്കല്ലാണ്ട് പറ്റാലല്ലേ? പറ്റാല. അപ്പൊ പിന്നെ അങ്ങനെ ഇട്ട് അതാര് ചെല്ലി ഇടണോ? അല്ല തീർന്നല്ലേ? അല്ല അല്ല എന്നെ ചെല്ലെങ്കിൽ പിന്നെ ഞാൻ കേൾക്കുന്നതിന് വേണ്ടേ? അല്ല ചെല്ലിന്ന് കണ്ടെങ്കിൽ മനുഷ്യൻ എന്തു ആക്കല്ലേ? അതിന് അല്ലല്ലേ കേൾക്കണ്ടേ? ഉസ്താദിന്റെ ഒരാൾ ഇന്നലെ കേട്ട്, ഉസ്താദെ ഞമ്മക്ക് എന്തോ നല്ലതാക്കണമെന്നില്ല, ഞമ്മ ആകെ പറ്റ ബടക്കിലേക്ക് തന്നെ പോന്നു, അങ്ങനെ ഇങ്ങോട്ട് ഞാൻ ചൊല്ലി അത് ഇബിലീസിന്റെ പണിയെന്ന്. അത് ഇബിലീസാണ് നമ്മൾ എല്ലാം കൊണ്ട് ബടക്കാക്കുന്നത്, നമ്മളെ മനസ്സിനെ വിശ്വാസാക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്ത വായിക്ക് കേട്ടെന്താ ഉസ്താദെ, അപ്പൊ ഞങ്ങളെല്ലാം ബടക്കാക്കുന്ന ഇബിലീസ്. അപ്പൊ ഇബിലീസ് തന്നെ അവിടെ സ്വർഗ്ഗലോകത്ത് ആദ്യ നബിക്ക് സുജൂദ് ഇടാണ്ട് മാറിയിട്ടൊന്നുമില്ല. അപ്പൊ ഓൻ ആര് ബടക്കാക്കിന്? നാളെ അവർ കേൾക്കുക. അപ്പൊ ഇബിലീസ് ഉണ്ടാ മുന്നത്തെ വെക്കേണ്ടിയാണ്. അള്ളാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാരോടുള്ള കടമ അത് ഭയങ്കര. മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, അവിടെ നിൽക്കി അതിന്റെ അപ്പുറം അത് നമുക്ക് പിന്നെ അടുത്ത ലോക. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. വിഷയം മാറണ്ട. നോട്ടീസിൽ വിഷയം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നോളൂ. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭാര്യക്ക് ഭർത്താവിനോട് നല്ലോണം കടമകളുണ്ട്. അയാളെ സമ്മതം കൂടാതെ പുറത്തിറങ്ങാൻ പാടില്ല. അതേ സമയത്ത് ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭർത്താവ് ഉമ്മാനെക്കാളും ഭാര്യയെ വലുതാക്കാനും പാടില്ല. ഓളോട് വലിയ പിരിസമുണ്ട്, എന്റെ കിടാക്കളോ ഓളല്ലേ, എനക്ക് ഓളന്നല്ലേ ജീമോ, എന്റെ കനിയല്ല, എന്റെ കണ്ണല്ല, കരലെല്ലാം ചെല്ലിയിട്ട് നീ ഉമ്മാനെക്കാൾ അവളെ വലുതാക്കാനും കഴിയാം. അതേ സമയത്ത് ഉമ്മാനെ ചെറുതാക്കിയും വേണ്ട, ഓളെ ചെറുതാക്കിയും വേണ്ട. ഓള് വന്നത് കൊണ്ടാണ് നിനക്ക് അല്ലാഹു എല്ലാ ഹറാമിന്റെ വഴിയും തടഞ്ഞത്. നിന്നെ വ്യഭിചാരത്തിൽ നിന്ന് തടഞ്ഞത് അവള് കാരണമാണ്. ഇല്ലെങ്കിൽ നീ വ്യഭിചാരവുമായി ബന്ധപ്പെടുമായിരുന്നു, അവിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. അതിൽ നിന്നിട്ട് ഒരാള് വരെ അല്ല 1% വരെ അല്ലാഹു നിന്നെ കാത്തത് അവള് കാരണമാണ്. നിന്റെ കൺകുളിർമയേകുന്ന മക്കളെ തന്നത് അല്ലാഹു അവളിലൂടെയാണ്. നിനക്കെല്ലാ നിലക്കുള്ള സന്തോഷവും സമാധാനവും അവളിലൂടെയാണ്, അല്ലേ? അവളിലൂടെയാണ്. നിന്റെ വീടിന്റെ വിളക്കാണ്, എല്ലാമാണ്. അവളോട് നിനക്കും നല്ല കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അവൾക്കതിനേക്കാളേറെയുണ്ട്. പറഞ്ഞ ഉള്ളിലെത്തുമ്പോ സമാധാനാന്നില്ലേ? നീ പോയി ഹലാക്കായി നടത്തും. പറഞ്ഞ ഉള്ളിലെത്തുമ്പോ ഓളെ കാണുമ്പോ എല്ലാം മറക്കണം. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ഭാഗ്യം എന്തിനു ദുനിയാവില്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൗജത്തുക, നിന്റെ ഭാര്യ. എങ്ങനത്തെ ഭാര്യ? നീ ഓളെ കണ്ടെങ്കിൽ മാഷാ അല്ലാഹ് കൂളാവും. നിന്റെ കടമുണ്ട്, ഒരു കുറവല്ല, നീ മറക്കും. നിനക്ക് ടെൻഷൻ ഉണ്ട്, അത് മറക്കും. പണിയെടുത്തിന് മോന്തിയോളം ശമ്പളം തന്നിട്ടില്ല, അതും മറക്കും. എല്ലാം ഓളെ കാണുമ്പോൾ നിനക്ക് മറക്കുന്നു. നിനക്ക് ഓളെ കാണുമ്പോ ഏറുന്ന എന്നാ പോയി നിന്റെ ജീവിതം പോയി, അവളെ ജീവിതം പോയി. അഡ്ജസ്റ്റ്മെന്റ് പോണോ? എല്ലാം ഞാൻ ചെല്ല് തന്നാണോ, എല്ലാം ഞാൻ ചെല്ല് തന്നാണോ ചെല്ലിട്ട് രണ്ടാളും കുരക്കാൻ കഴിയ. അവളോ അങ്ങനെ തട്ടിന് മുട്ട് ഒരിക്കലും അവള് പറയാനും പാടില്ല. നിന്റെ ഇബാദത്ത് പൊളിയാൻ, നിന്റെ ഹജ്ജ് ഉംറ ബാത്തിലാകാൻ, നീ ഓതിയ ദിക്ർ ഔറാദ് ഖുർആൻ അല്ലാഹ് പൊളിച്ചു കളയാൻ ആ തട്ടിന് മുട്ട് മതി. ജാഗ്രത, നല്ലോണം ജാഗ്രത. നീയും അങ്ങനെ തട്ടിക്കളിക്കാൻ. അവള് ഫുട്ബോൾ അല്ല, വേദനിപ്പിക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും അവളെ നോവിക്കരുത്. കുടുംബജീവിതം ബാസുരമാകാൻ, അത് മനോഹരമാകാൻ, അത് നല്ല ഹൃദയസ്പർശിയാകാൻ, അത് നല്ല സ്നേഹപൂർണമാകാൻ അവിടെ നല്ലോണം അഡ്ജസ്റ്റ്മെന്റ് വേണം. കുറെ കുരക്കുമ്പോ നീ കേട്ടിട്ടില്ല എന്ന് പൊക്കോണോ, നീ കുറെ ചാടുമ്പോ അവൻ കള്ളിൽ കണ്ടിട്ടില്ല എന്ന് പൊക്കോണോ. അല്ലെങ്കിൽ ആണുങ്ങൾ കുറെ അങ്ങനെ വെക്കളല്ലേ. അതിൽ പെണ്ണുങ്ങൾ തന്നെ എത്തിയതേ കൈ ഇങ്ങനെ നോക്കിയാലോ ശരിയല്ല. ഒരു പരന്റെ ഉള്ളിലുണ്ടല്ലോ എപ്പോഴോ അങ്ങനെ. പിന്നെ ഏത് മാപ്പിള പെഞ്ഞായി ആണെങ്കിലും, ഉസ്താദുമായെങ്കിലും, ഉസ്താദിന്റെ തിരിയാളായെങ്കിലും, തങ്ങളായെങ്കിലും, മൗലാറായെങ്കിലും, എന്നിനി ഔലിയായെങ്കിലും ഉണ്ടല്ലേ, മാപ്പിളി തിരിയന്മാറാകുമ്പോ ചെറിയൊരു കുസു കുസു ഉണ്ടാവും. അത് അവിടെ തീരണം, അത് പുറത്തേക്ക് എത്താൻ കഴിയും. അത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ?
ആയിഷ ഉമ്മ നബിയോട് പിണങ്ങിയിട്ടില്ലേ? മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്നെ ഹബീബായ നബി തങ്ങൾ പാൽപാത്രം കാട്ടിയപ്പോ ആയിഷ ഉമ്മ തട്ടിയിട്ട് തെറിപ്പിച്ചിട്ടാകുമ്പോ വീണ്ടും പൊട്ടിയില്ലേ? അതിന്റെ പേര് സൗന്ദര്യ പിണക്കാണ്, അല്ലാണ്ട് പലയിടത്തിട്ട് ഇടേണ്ട പൊളിയല്ലാതെ. അത് അങ്ങനത്തെ പിണക്കോ അല്ല, അത് സൗന്ദര്യ പിണക്കം. ആര് ജീവിതത്തിലില്ലാത്ത ഇയാൾ കുറച്ചേറെ പഠിക്കണം അല്ലേ? അതെല്ലായിടത്തും ഉണ്ടായി, അതെല്ലായിടത്തും ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാ ഈ മാപ്പിള പെഞ്ഞായും ചെല്ലെങ്കില് അത് ചട്ടിയും പാത്രമാണ്. അപ്പൊ അത് കുറച്ച് തട്ടും സൗണ്ട് എല്ലാം കേൾക്കും. നിങ്ങൾ നോക്കി ഈ ചട്ടിയും പാത്രം എല്ലാം വെച്ചെങ്കിൽ അതിനെ എടുക്കുമ്പോ സൗണ്ട് വരാതിരിക്കുന്ന, അതിന്റെ മൂടെടുക്കുമ്പോ വരസാതിരിക്കുന്ന, അരിന്റെ കല എടുക്കുമ്പോ കറിന്റെ കലത്തിലേക്ക് തട്ടാതിരിക്കുന്ന, പ്ലേറ്റ് എടുക്കുമ്പോ ഗ്ലാസിന്റെ സൗണ്ട് വരാതിരിക്കുന്ന, സ്പൂൺ എടുക്കുമ്പോ പ്ലേറ്റിലേക്ക് തട്ടാതിരിക്കുന്ന, എനിക്ക് തിരിഞ്ഞിട്ടില്ല. അതിന്റെ അടുത്ത് ഇങ്ങനെ തട്ടിച്ച് തന്നെ എടുക്കണമെന്നില്ല, അല്ലാതെ അരുത്തന്നുള്ളതല്ലേന്ന്. അപ്പൊ തട്ടും മുട്ടൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് മാപ്പിള പെഞ്ഞായി, കുറച്ചല്ല സൗണ്ടും കൂറ്റും കൗചെല്ലാം ഉണ്ടാവും. അത് അവിടെ തന്നെ വിട്ടിരുന്നോ ഗണ്ടഹണ്ടി റജകള, അതിന്റെ അപ്പുറം നിങ്ങൾ ചെല്ലെങ്കിലായി. അതവിടെ തന്നെ തീരണോ? അത് പുറത്തേക്ക് എത്താൻ കഴിയ. അത് മഹാന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, അതൊരു സന്താണ്. അത് കുടുംബ ജീവിതത്തിൽ ചെറിയ പിണക്കാണ്. അത് മനുഷ്യന്മാരല്ലേ, എത്ര വലിയ ആളായെങ്കിൽ മനുഷ്യന്മാരല്ലേ. ചിലപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു ദമ്മെടുത്തു, ചിലപ്പോ അങ്ങനത്തെ ഒരു BP ഉണ്ടാവും, സ്വാഭാവികം. അതവിടെ തീരണോ? അതേ സമയത്ത് അതങ്ങനെ ഊതി വീർപ്പിച്ച് അതങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് അതങ്ങനെ വീർപ്പിച്ചു പോയാൽ അവസാനം എത്തുന്നത് തലാഖിലേക്കാണ്, ഇറങ്ങിപ്പോവലിലേക്കാണ്, ബന്ധം മുറിയലിലേക്കാണ്. അതിന് ചാൻസ് കൊടുക്കരുത്. മുസ്തഫ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പറയട്ടെ, അല്ലാഹുവിന്റെ ഉടമ്പടികൾ, കരാറുകളാണ് ഇതൊക്കെ. ഈ നിർദ്ദേശങ്ങള്, ഈ കരാറുകള്, ഈ നിയമങ്ങള്, ഇതൊക്കെ ഞങ്ങളെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ്. ഈ ഉടമ്പടികളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതാണ്. ഇത് ഇത്തിരി പോലും മാറ്റം വരുത്താതെ, വള്ളിപുള്ളി പോലും ചേഞ്ചാക്കാതെ അള്ളാഹുവിന്റെ നിയമങ്ങൾ അതേപോലെ ജീവിതത്തിൽ പകർത്തണോ. അങ്ങനെ പകർത്തിയവർ, അതുപോലെ തന്നെ ബന്ധം നന്നാക്കിയവർ, അവർ അല്ലാഹുവിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. അതേ സമയത്ത് ബന്ധം മുറിച്ചവർ, ഉടമ്പടികൾ പൊളിച്ചവർ, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുമുണ്ട്. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും കരാറുകളും അതതിന്റെ മട്ടം പോലെ നിർവഹിച്ചവര്, അതുപോലെ തന്നെ അത് പൊളിച്ച അള്ളാന്റെ പിന്നെ ഈ കരാറുകൾ പൊളിച്ചവര്, അള്ളാഹ്ക്ക് വഴിപ്പെടാത്തവര്, അള്ളാന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവര്, അതുപോലെ തന്നെ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധം പൊളിച്ചവര്, കുടുംബബന്ധമാകട്ടെ, സൗഹൃദ ബന്ധമാകട്ടെ, ഏത് ബന്ധമായാലും പ്രത്യേകിച്ച് കുടുംബബന്ധം അത് പൊളിച്ചവര്, കുടുംബക്കാരോട് അരസത്തിൽ കഴിയുന്നവര്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവര്, ഫിത്നയുണ്ടാക്കുന്നവര്, നാശമുണ്ടാക്കുന്നവര്, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവര്, ഈ മൂന്ന് കൂട്ടരും ഉലാഹിക്കലോമുല്ലഅനൂ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. വലഹും സൂഉദ്ദാർ, അവർക്ക് നാളെ കത്തിയാളുന്ന നരകമാണ് വീട്. അവരുടെ സങ്കേതം നരകമാണ്, ഭീകരമായ നരകമാണ്, അദാബിന്റെ ഗർത്തമാണ്. അല്ലാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. ബന്ധങ്ങൾ നന്നാക്കുക, ബന്ധങ്ങൾ ഊഷ്മളമാക്കുക, കുടുംബ ബന്ധക്കാരോട് നല്ല നിലക്ക് പെരുമാറുക, അമ്മയോട്, പാപ്പയോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോടൊക്കെ നല്ല സ്നേഹത്തോടെ വിശുദ്ധത്തോടെ കഴിയുക. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളെ ബന്ധങ്ങളെ നന്നാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അല്ലാഹു അതൊക്കെയും കാത്ത് സലാമത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് സമയം 11:30 കുറെ ആൾക്കാർക്കൊക്കെ മടുത്തു, കുറച്ച് ആൾക്കാരൊക്കെ പോകാനും തുടങ്ങി. അപ്പൊ അതിന്റെ അർത്ഥം സമയം കഴിഞ്ഞു എന്നാ.
എപ്പോഴും അങ്ങനെ കൂറ്റി പോകുന്നതിന് പിന്നെ പാട്ട് നിർത്തിക്കോ. അല്ല, കൂറ്റി പോയ പിന്നെ പാട്ട് നിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നിപ്പിക്കണ്ടേ? കൂറ്റില്ല, കൂറ്റി പോകുന്നതിന് പിന്നെ പാട്ട് നിർത്താം. മാഷാ അല്ലാ, 1.5 മണിക്കൂറോളമായി അള്ളാന്റെ വലിയ തൗഫീഖ് കൊണ്ട് മാഷാ നിങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ ബക്കറ്റ് പോയ അവിടേക്ക് പോയിട്ട് വന്ന ഇല്ലല്ലേ? പോയത്ര ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ലൊരു പൈസ, നല്ലൊരു സംഭാവന ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ആരും എണീക്കണ്ട, ആരും ഇപ്പൊ വരെയും വേണ്ട. ഉമ്മമാരെ സഹോദരിമാരെ ഞങ്ങൾ ആയുസ് നീട്ടിക്കിട്ടാൻ ഞങ്ങളെ ഉമ്മ ബാപ്പ കബറിൽ കാക്കുകയാണ്. അവരുടെ കബറിലേക്ക് അല്ലാഹു തആല നന്മയുടെ വാതിൽ തുറക്കാൻ, പ്രതിഫലം നൽകാൻ, ഞങ്ങൾക്ക് അല്ലാഹു ആയുസ് നീട്ടിത്തരാൻ, അല്ലാഹു കണക്കാക്കിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആഫത്ത്, വിപത്തുകളൊക്കെ അല്ലാഹു തട്ടിക്കളയാൻ ഏറ്റവും നല്ല മരുമരുന്ന്, ഏറ്റവും നല്ല കാര്യം സ്വതക്കയാണെന്ന് മുസ്തഫ റസൂലുള്ളാഹി. നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ, നിങ്ങൾക്കത് കബറിൽ നിന്നിട്ട് മോചനമാണ്, നരകത്തിൽ നിന്നിട്ട് മോചനമാണ്. നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ, നിങ്ങളെ സമ്പത്തിനത് അഭിവൃദ്ധിയാണ്, നിങ്ങളെ സമ്പത്തിൽ അത് വർധനവുണ്ടാക്കും, നിങ്ങളെ സമ്പത്തിൽ അത് ബർക്കത്തുണ്ടാക്കും. നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ, നിങ്ങൾക്കത് ആയുസേറ്റി തരാൻ കാരണമാകും. നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ, നിങ്ങൾ അല്ലാഹു ആഫത്ത്, വിപത്ത്, മുസീബത്തുകളിൽ നിന്ന് കാക്കും. നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ, അല്ലാഹുവിന്റെ കോപം തടയപ്പെടും. നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ, ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരും. സ്വതക്ക എന്നത് ചെറിയ കാര്യമല്ല. 10,000 10,000 50,000 500 അത് വലിയ കാര്യമാണ്. അല്ലാഹു തആല ആ നിലക്കുള്ള സമ്പത്ത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൊടുത്തതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ പൈസ അത് ആശുപത്രിന്റെ ബില്ല് കെട്ടിയിട്ട് തീർക്കേണ്ട ഗതികേട്, അത് മരുന്നിന് കൊടുത്തിട്ട് തീർക്കേണ്ട ഗതികേട് അല്ലാഹു വരുത്താതിരിക്കട്ടെ. അത് അനർഹരുടെ കയ്യിൽ പെടുത്തിയിട്ട് അല്ലാഹു ഞങ്ങളെ പ്രയാസപ്പെടുത്താതിരിക്കട്ടെ. കൊടുത്തതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മമാരെ സഹോദരിമാർ നല്ലൊരു പൈസയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് റസൂലുള്ളാഹി തങ്ങളെ മജ്ലിസാണ്, മഹാന്മാരായ ബദരീങ്ങളെ മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് നാളെയും പരിപാടിയുണ്ട്. മഹാന്മാരായ സാദാത്യങ്ങൾ, ഉസ്താദുമാരൊക്കെ നാളെയും വരും. നിങ്ങൾക്കൊക്കെ അവരൊക്കെയും ദ്വാരക്കും ബദർ മൗലിദൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ പ്രത്യേകമായ ഒരു കാവലും ഉണ്ടാവും. അവരൊക്കെ മനസ്സിൽ കരുതിയിട്ട് നല്ലൊരു പൈസ നിങ്ങൾ ആണുങ്ങളും എൻ്റെ കയ്യിൽ തരണം. ഇപ്പൊ എണീക്കണ്ട, ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലിയിട്ട് ദ്വാരന്നിട്ട് സലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണം. ചെറിയവർ, വലിയവർ, ഇരിക്കുന്നവർ, നിൽക്കുന്നവർ എല്ലാവരും. ആ വരുമ്പോ നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തരണം. ഇനി ഇല്ലേ സാരമില്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് വരണോ, മുസാഫത്ത് ചെയ്തിട്ട് പോയിക്കൊള്ളണം. അല്ലാഹു തആല ഞങ്ങളെ കൂടുതലും പിരിയലും അവൻ പൊരുത്തപ്പെട്ടവരെ മലായിക പോലെ ദുആരക്കുകയാണ്. ആമീൻ ചൊല്ലുക.